ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രതിദേവി പ്രഭുജി. മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ ഹരേ ഭരണി കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ പത്മ ഹരേ മാതാജി. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. ഹരേ എല്ലാവർക്കും കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും എന്തെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജ്ഞാനാംബിക മാതാജി വളരെ വിലപ്പെട്ട ഒരു സന്ദേശം നമ്മൾ ആരും മൈൻഡ് ചെയ്തില്ല. ആ, പക്ഷെ മാതാജി മാതാജിയോട് ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. മാതാജി എത്ര കാര്യമായിട്ട് പറഞ്ഞു, പക്ഷെ ബാക്കി എത്ര പേരെന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം അവർക്കൊക്കെ എന്താ പറഞ്ഞ, ആദ്യം ഞാനടക്കമുള്ള ഒരു ശ്ലോകം നോക്കുന്നില്ല എന്ന് എൻ്റെ അർത്ഥം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണഗതിയിൽ ഇത് ഇതിന് മുൻപേ ഒന്നും നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല. എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. ഞാൻ നിങ്ങളോട് വായിക്കുന്ന ഒപ്പം തന്നെ അങ്ങ് പറയുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതില്ലാതെ കാരണം ഇപ്രാവശ്യം എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 5 ശ്ലോകങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 ശ്ലോകങ്ങൾ ഈവനിങ്ങിൽ അത് വായിച്ചു, അതിന്റെ വിവർത്തനം എല്ലാം വായിച്ചു. എന്നിട്ട് ഞാൻ അത് തീരുന്നിടത്ത് അടയാളം വെച്ചിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനിത് എടുത്തല്ലേ, ഞാൻ നോക്കിയപ്പോൾ ആ ശ്ലോകം എല്ലാം ഞാൻ എടുത്തതുപോലെ എനിക്ക് തോന്നി, കാര്യം ഞാൻ വായിച്ചപ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് തെറ്റിദ്ധാരണ ഉണ്ടായത്. പക്ഷെ നിങ്ങൾക്ക് അത് ഉണ്ടായിക്കൂടായിരുന്നു, പക്ഷെ ആരും പറഞ്ഞില്ല. അപ്പം ഞാൻ അംബിക മാതാജി, ശിവി മാതാജിയോടൊക്കെ സദയം ക്ഷമ ചോദിക്കുന്നു. കാര്യം അവരെന്നോട് അല്ല പ്രഭു, ഞാന് ഈ ക്ലാസ്സില് ഒരു ശ്ലോകം എടുത്തോളതിന് വേണ്ടി ഒരു വരിയെങ്കിലും എഴുതി വെക്കും. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയാം എത്ര എടുത്തുള്ള. ഇതുവരെയും പഠിപ്പിച്ചതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ മൊത്തം ഇത്രയും എല്ലാം എഴുതി അതെ, വെച്ചിട്ടുണ്ട്. വളരെ നല്ല അപ്പൊ സ്റ്റുഡന്റ് ആണ്. എനിക്കറിയാം, കറക്റ്റായിട്ട് അറിയാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ വെച്ച് എനിക്ക് ഇനി തെറ്റിയോ, ഞാൻ എന്റെ ഉം. കോൺസെൻട്രേഷൻ എവിടെയെങ്കിലും പോയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഉം. പ്രഭുവും പറഞ്ഞല്ലോ ഒരുപാട് ക്ലാസ്സിൽ കയറുന്നതുകൊണ്ട് ചിലപ്പോ ഓർമ്മ തെറ്റിയതാണ്. അപ്പോൾ ഞാൻ എനിക്കും ശരിയാണ്. അതുപോലെ ആയിരിക്കാം. പല ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്കും തെറ്റിപ്പോയതായിരിക്കാം. കാര്യം എനിക്ക് ഈ എനിക്കത് ശ്ലോകം കേട്ടപ്പോൾ നല്ല പരിചയം. ഞാനത് കാര്യം അതിന്റെ 2 ദിവസം മുൻപേ വായിച്ചിട്ട് അടയാളം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഇതാ ഇവിടെയാണ് അടയാളം ഇരിക്കുന്നത്, അപ്പൊ അവിടെ തൊട്ട് അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ അങ്ങനെ പറ്റും, പറ്റിയത് എനിക്ക്. ഇതൊക്കെ പറ്റും. ആ, അപ്പൊ നമ്മൾ ആ ഇനിയിപ്പോ 21, പഴയ ഇനിയിപ്പോ 21 ഇനിയിപ്പോ അടുത്തത്. 21-ാമത്തെ ശ്ലോകമാണ്. പഴയ ശ്ലോകത്തിലേക്ക് വീണ്ടും പോവാണ്. അതുകൊണ്ട് ആം, എല്ലാവർക്കും ആ സാങ്കേതിക തകരാറിൽ ഉണ്ടായ പാളിച്ച എല്ലാവരോടും സദയ ക്ഷമ ചോദിക്കുന്നു. ഇനി നമ്മൾ ഈ ശ്ലോകം തുടങ്ങുവാണ്. അപ്പം നമ്മളപ്പം ആ, ഈ ആ, ഈ 2-ാമത്തെ അധ്യായം നമ്മൾ എപ്പോഴും നമ്മൾ ഒന്നുകൂടെ ഓർക്കുന്ന നന്നായിരിക്കും. കാര്യം 2-ാമത്തെ അധ്യായം നമ്മൾ ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ്. നമ്മളുടെ സാഖ്യശാസ്ത്രം, അല്ലെങ്കിൽ ഗീതാവിഷയ സംഗ്രഹം, ഗീതയിലെ മുഴുവൻ കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. മൊത്തത്തിൽ ഒരു സംഗ്രഹമാണ്. ഭഗവത്ഗീതയിലെ ഒരു സംഗ്രഹം തന്നെയാണ് 2-ാം അധ്യായത്തിൽ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഭഗവാൻ അത് ഡീറ്റെയിൽഡായിട്ട് പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ അത് പറയുന്നുണ്ട്. ഇതിലെ പല കാര്യങ്ങളും ഇവിടെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു. പിന്നെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇതിൽ പറയുന്ന ത്രിഗുണങ്ങളെ പറ്റിയൊക്കെ 14-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ 2-ാമത്തെ അധ്യായം നമ്മൾ ആത്മാവിനെ ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഒരു ഭൗതിക ശാസ്ത്ര ഇത്രയും പുരോഗമിച്ചിട്ടും ആത്മാവ് ഇല്ല എന്ന് അവര് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ് ഇരിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ബുദ്ധമതം പറഞ്ഞ പോലെ നിർവ്വാണമാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആ ഒരു സാഹചര്യത്തില് നമ്മൾ ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് നമ്മൾ ഉൾക്കൊള്ളണം. 21-ാമത്തെ ശ്ലോകം. വേദാ വിനാശിനം നിത്യം യായേനാമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ ഖം ഘാതയതി ഹന്തികം. വേദാ വിനാശിനം നിത്യം യായേനാമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ ഖം ഘാതയതി ഹന്തികം. വേദാ വിനാശിനം നിത്യം യായേനാമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ ഖം ഘാതയതി ഹന്തികം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വേദാവിനാശിനം നിത്യം യാ ഏനമജമവ്യയം കഥം സാ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണൻ. രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. വേദാവിനാശിനം നിത്യം യാ ഏനം വ്യയം കഥം സ പുരുഷ പാർത്ഥാഖം ഖതയതി ഹന്തികം. ഹരേ കൃഷ്ണ. നമ്മളിനി ഹരേ കൃഷ്ണ. ഇതിന്റെ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. യാതൊരുവൻ ഏനം ഇവനെ അല്ലെങ്കിൽ ആത്മാവിനെ അവിനാശിനം നാശരഹിതനായി നിത്യം നിത്യനായി അജം ജനനരഹിതനായി അവ്യയം ആയിരിക്കുന്നവനെന്ന് വേദ അറിയുന്നുവോ ആ പുരുഷൻ പാർത്ഥ അല്ലയോ പാർത്ഥ കം ആരേ കഥം എങ്ങനെ ഘാതയതി കൊല്ലിക്കുന്നു കം ആരേ കഥം എങ്ങനെ ഹന്തി കൊല്ലുന്നു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊല്ലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. ആത്മാവിന് നാശമില്ലാത്തവനാണ് അജനാണ്. അജൻ എന്ന് പറയുന്നത് എന്താണ്? ജന്മരഹിതമായ, അതായത് ഒരിക്കലും നാശമില്ലാത്ത ആളാണ് അല്ലെ. അതിനെ വീണ്ടും അജൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളെയാണ് അജൻ എന്ന് പറയുന്നത്. ഭഗവാനെ അജൻ എന്നാണ് പറയുന്നത്. അപ്പം പരിണാമമില്ലാത്തവനും മാറ്റങ്ങളില്ലാത്തവനുമാണ്. അതായത് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, കൗമാരം യൗവനം ജര എന്ന് പറഞ്ഞൊരു ശ്ലോകത്തിൽ പഠിച്ചിട്ടില്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിന് അവസ്ഥാഭേദങ്ങളുണ്ട്, പക്ഷെ ആത്മാവ് ഒരിക്കലും. അതുകൊണ്ടാണ് പ്രായപൂർത്തി ആൾക്കാരെ നമ്മൾ പറയും ചെറുപ്പക്കാരെ പോലെയാണ് അവരുടെ മനസ്സെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ശരീരത്തിനെ പ്രായപൂർത്തിയുള്ളൂ, അവർക്കും ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തും നമ്മളൊക്കെ പോകുമ്പോഴും സിനിമയ്ക്കൊക്കെ പോകുമ്പോഴും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ ആഗ്രഹങ്ങൾ കാണും അല്ലെ. അവർക്കും സിനിമയ്ക്ക് വരണമെന്നും എല്ലാം. പക്ഷെ ശരീരം അനുവദിക്കുന്നില്ല, മനസ്സും അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാരണങ്ങൾ. പക്ഷെ ആത്മാവ് ഒരിക്കലും പ്രായമാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാവിന് പരിണാമങ്ങളില്ല. ഇങ്ങനെ അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ അതുപോലെ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ സാധിക്കുമോ എന്നാണ് ഭഗവാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാപി സ്വാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാനിതാം ചാൻ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദ മാധവം ശ്രീചൈതന്യീശ്വരം. വാഞ്ചാകൽപതരുശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമാം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജപദാഗസ്വാമിനി നാമിനി നമാചാര്യായ പദാനിതായ കൃപാപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമതാരിണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശത്താരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മള് ഈ പറയുന്ന ഈ ഇതൊക്കെ എന്തിനാണ് ചൊല്ലുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചൊല്ലിയ ഇതൊക്കെ ഗുരുക്കന്മാരുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ഗുരു പ്രണാമം ചെയ്തതാണ് ഞാൻ. മംഗളാചരണം എന്ന് പറയുന്നു. ആ മംഗളാചരണമാണ് ഇപ്പൊ ഞാൻ ചെയ്തത്. ഇന്ന് ഇതുപോലെ എനിക്കൊരു ഇന്ന് രാവിലത്തെ ഒരു 11 മണിക്കത്തെ ക്ലാസ് ഞാനിങ്ങനെ വണ്ടിയിലിരുന്നാണ് എടുത്തത്. എന്നിട്ട് അത് ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു ശ്രീല പ്രഭുപാദരുടെ ഒരു ശിഷ്യൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനം എടുക്കാനായിട്ട് പോയി. വളരെ നല്ലൊരു 100-300 പേരോളം വന്നു.
അങ്ങനെ അദ്ദേഹത്തിന്റെ ദർശനം കിട്ടി. അദ്ദേഹത്തിന്റെ ഈ കാലിൽ നിന്നും തൊട്ട് തൊടാനുള്ള ആ ഒരു ചാൻസസ് തന്നില്ല ആരും. കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കൂടുതൽ അദ്ദേഹത്തിന് ഉപദ്രവമാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നില്ല. എന്നാലും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രസാദമൊക്കെ മേടിക്കാൻ പറ്റി. അങ്ങനെ ഒരു വലിയ കാര്യം ആ, ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു 3-4 ദിവസം ഇവിടെ കാണും. അപ്പൊ അതുപോലെ ഈ ആചാര്യന്മാരുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആചാര്യന്മാരെ പ്രണാമം ചെയ്യുന്നു പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിതിന്റെ ഭാവാർത്ഥം നമുക്ക് ഒരു കാര്യം രതി ദേവി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. എല്ലാറ്റിനും ഉണ്ട് അതിൻ്റെതായ പ്രയോജനം. ശരിയായ പ്രയോജനം ഉണ്ടാകത്തക്ക വിധം വേണ്ടത് വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കുവാൻ പൂർണ്ണജ്ഞാനമുള്ള ഒരാൾക്കറിയാം. ഹിംസ കൊണ്ട് പ്രയോജനമുണ്ട്. അതെവിടെ പ്രയോഗിക്കണമെന്നും എങ്ങനെയെന്നും ഈ ജ്ഞാനമുള്ളവരാണ് നിശ്ചയിക്കേണ്ടത്. സമാധാനപ്രിയനായ ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്ര അനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടുംപാതകത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ ഇടവരാതിരിക്കാൻ മരണശിക്ഷയ്ക്ക് വിധിക്കണം. മനുഷ്യ സമൂഹത്തിന്റെ നിയമഗ്രന്ഥമായ മനുസംഹിത ഇതിനെ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമത്രേ. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധ്യമല്ലെന്നിരിക്കെ കൃഷ്ണന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൽ വന്നു ചേരാവുന്ന ഹിംസയെ അല്ലെന്ന പൂർണ്ണബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കണം. നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണല്ലോ. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പരിപൂർണജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്കൊക്കെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ കൊല ചെയ്തിട്ട് അതിനെ നീതീകരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തട്ടിവിടുന്നത്, അല്ലേ? കൊല ചെയ്യാനായിട്ടാണ് ഭഗവത്ഗീത പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഭഗവാൻ ഇവിടെ ഉത്തരം തരുന്നുണ്ട്. അതെന്താണ്? അതായത് ആത്മാവിന് നാശമില്ല, അജനവും പരിണാമങ്ങളും ഇല്ലാത്തവനാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലുവാനോ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കാനോ സാധ്യമാണോ? അതായത് ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന സാധനമാണ്, അല്ലേ? അതിനെ നമ്മൾ ഇത് ചെയ്താലും ഇല്ലെങ്കിലും അത് നശിക്കും, അല്ലെ? അതിൻ്റെതായ സമയം അനുസരിച്ചിട്ട് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ ഈ സ്റ്റേജിൽ കൂടെ ശരീരം പോയിട്ട് അത് നശിച്ചു പോകുന്നു. അത് വന്ന സ്ഥലത്ത് വന്നത് മണ്ണിൽ നിന്നാണ്, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആത്മാവ് അജനും നിത്യനുമാണ്, പരിണാമങ്ങൾ ഇല്ലാത്തവനാണ്. ഈ പറയുന്ന നമ്മളുടെ ഭൗതിക ശരീരത്തിനുള്ള ഈ മാറ്റങ്ങൾ അത് ആത്മാവിനെ ബാധിക്കത്തില്ല. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മളുടെ രക്ഷകർത്താക്കളൊക്കെ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഇവർ 10-90 ആയിട്ടിരിക്കില്ല, ഇവർക്ക് എന്താണ് ഇനി മാത്രം ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അവരെ പുച്ഛിക്കുമായിരിക്കും. പക്ഷെ അവരുടെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യനാണ്, അജനാണ്. അതിന് പ്രായം ചെല്ലുന്നില്ല. അവർക്കും ആഗ്രഹമുണ്ട് നമ്മളുടെ പോലെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്നും അതുപോലെ അവിടെ ഇവിടെയൊക്കെ പോകണമെന്നും ടൂറിന് പോകണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. കാര്യം അവരുടെ ഈ ആത്മാവ് ചെറുപ്പമല്ലേ, ആത്മാവ് എപ്പോഴും ഒരേ പ്രായത്തിൽ നിൽക്കുന്ന ആയതുകൊണ്ട് ഈ ആഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മൾ അവരുടേതായിട്ടുള്ള ആ ഒരു ബാലിശങ്ങളാണെന്ന് തോന്നുവാണെങ്കിൽ തന്നെയും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യം എന്താണ്? അത് എപ്പോഴും ഇങ്ങനെ ആശിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് നിത്യ യൗവനമായതുകൊണ്ട് ഈ പറയുന്ന പരിണാമങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കത്തില്ല, ശരീരത്തിനെ മാത്രമേ ഉള്ളൂ. ശരീരം കൊണ്ട് എണീറ്റ് നടക്കാൻ സാധിക്കത്തില്ലെങ്കിൽ മനസ്സ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ ഭക്തിയുത സേവനം എന്താണ്? ഗർഭത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്, അല്ല കൃഷ്ണാവബോധം. അല്ലാതെ ഇങ്ങനെ ഈ 90-95 വയസ്സാകുമ്പോഴത്തേക്കും തുടങ്ങാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആ ഒരു തത്വം എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ്. പ്രായം ചെല്ലുന്നവർക്ക് വേണ്ടിയിട്ട് പ്രഭു മാത്രമുള്ളതാണ്. പ്രഭു ഈ ആത്മാവെന്ന് പറയുന്ന ആത്മീയമാണല്ലോ, അപ്പൊ അതിന് ഈ ഭൗതികത്തിലെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമോ? ആ ആത്മാവ് ചെറുതായത് കൊണ്ടാണ് ഈ പറയുന്ന ഈ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങളും വരുന്നത്. ആത്മാവിന് പ്രായം വരുന്നില്ല, ശരീരത്തിനെ പ്രായം വരുന്നുള്ളൂ. ആ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് മനസ്സ് ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എപ്പോഴും.
ആ മനസ്സെന്ന് പറയുന്നത് ആത്മാവിന് പുറത്തുള്ള സംഭവമാണ്. എന്നിരുന്നാലും ആ ആത്മാവിന്റെ ആ ഇൻഫ്ലുവൻസ് അത് നിത്യനാണ്, അജനായതുകൊണ്ടാണ്. അല്ലെ, ഒരിക്കലും ആത്മാവിന് പ്രായം ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, മനസ്സിനും പ്രായം ചെന്നു നമുക്ക് പിന്നെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ഒരു അവസ്ഥ അല്ലല്ലോ നമുക്ക്. പ്രായം ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം മാതാജി ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ, മാതാജി എനിക്ക് കുംഭമേളയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ആരോഗ്യാവസ്ഥയൊന്നും ചിന്തിക്കത്തില്ല, അവിടുത്തെ തിരക്കൊന്നും ചിന്തിക്കത്തില്ല, ചാടി പുറപ്പെടത്തില്ല. ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ശരീരം അനുവദിക്കത്തില്ല, പക്ഷെ മനസ്സ് ചെറുപ്പമായിക്കൊണ്ടിരിക്കുവാണ്. പലതരം ആഹാര സാധനങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും അതുപോലെ നൂറുകൂട്ടം രോഗങ്ങളുണ്ട്. ഇത്രയും കെട്ട് ഗുളികളാണ് കഴിക്കുന്നത്. പക്ഷെ എന്നാലും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം കിടക്കുവാണ്. അപ്പം അപ്പം നമ്മള് ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ, ഒരാത്മാവിന് ആരെയെങ്കിലും കൊല്ലിക്കാനോ സാധ്യമാകുമോ? കാര്യം ആത്മാവിന് തന്നെ നാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന് ഒരാളെ കൊല്ലാനോ മറ്റൊരാൾക്ക് ഈ ആത്മാവിനെ കൊല്ലിക്കാനോ ഒന്നും സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന എന്താണ്, നമ്മൾ കോടതിയിലൊക്കെ ജഡ്ജി ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജി കുറ്റക്കാരനാണ്. കുറ്റം ചെയ്ത ഒരാൾ തെളിവുകളുടെ സഹിതം ആം, ആ ജഡ്ജി തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. അയാൾ ആ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുവാണെങ്കിൽ എന്താണ്, അയാൾ വീണ്ടും ഈ കർമ്മഫലം അനുഭവിക്കണം. ആ ഒരു മരണശിക്ഷ ആ ഘാതകന് കിട്ടിയാൽ മാത്രമേ അയാൾ അടുത്ത ജന്മത്തിലെങ്കിലും അയാൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പാപസാമ്യം തീർക്കാൻ വേണ്ടി അയാൾ വീണ്ടും ജനിക്കേണ്ടി വരും അല്ലേ. ഇത് ഇയാളെ കൊന്ന ആൾക്ക് വേറെ ഒരു അവസരം കിട്ടുന്നിടം വരെ ഇങ്ങനെ ജനിച്ചു മരിച്ചു ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ജഡ്ജിയെ നമ്മൾ ഒരു ആരാച്ചാരൻ ഉള്ള രീതിയിൽ നമ്മൾ വിളിക്കാറുണ്ടോ ജഡ്ജിയെ? ജഡ്ജിയാണ് വിധിക്കുന്നത്. ഇല്ല. ആരാച്ചാരൻ എന്ന് പറയുന്ന ആള് അതിന്റെ വിധി നടപ്പാക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ജഡ്ജി അതിനെ മോശമായിട്ട് ആരെങ്കിലും പറയുമോ? അതൊരു നല്ലൊരു തൊഴിലായിട്ടല്ലേ എല്ലാം കാണുന്നത്, ന്യായാധിപൻ എന്നുള്ള രീതിയിലല്ലേ കാണുന്നത്. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദർ അത് പറയാണ്, ഘാതകൻ ചെയ്ത കൊടും പാപത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ വരാതിരിക്കാൻ മരണശിക്ഷ വിധിക്കണം. അത് നീതിശാസ്ത്രം പറയുന്നതാണ്. ഈ ഒരു കാര്യം നീതിശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു നീതിശാസ്ത്രത്തിനൊരു മൂല്യങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇത്രയും ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അതിന് മരണശിക്ഷ തന്നെ വിധിക്കണം. വിധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ പാപഫലത്തിൽ നിന്ന് ആ ഒരു ജീവാത്മാവിന് മുക്തി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഈ ജന്മത്തിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കണം. ഇനിയുള്ള ലൈൻസ് മുഴുവൻ അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് നമുക്ക് തീർച്ചയാക്കാം. കാര്യം കൃഷ്ണനാണ് ഈ നിയമങ്ങളും സംഹിതങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എഴുതിയതാരാണ്? ആരുടെ വായിൽ നിന്നാണ് ഇതെല്ലാം വന്നത്? കൃഷ്ണനാണ്. പക്ഷെ ഇദ്ദേഹം എന്താണ്, ഇതിൽ നിന്നൊക്കെ അതീതനാണ്. ഇദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ല. കാര്യം ഇദ്ദേഹമാണ് ഇതെല്ലാം രചിച്ചത്. നമ്മൾ എപ്പോഴും പറയും ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛ എന്താണോ അതാണ് ധർമ്മം, അല്ലെ? അത് പാലിക്കുന്നു, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നതാണ് ധർമ്മം. അപ്പൊ ഭഗവാന്റെ ഇച്ഛ എന്തായിരുന്നു? ആ യുദ്ധം നടക്കണം എന്നാണ്. കാര്യം അതെന്താണ്? ധർമ്മയുദ്ധമാണ്. അവിടെ ഒരുപാട് അനീതി ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ഈ അനീതിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം തന്നെ, അല്ലെ? ധർമ്മ സംസ്ഥാപനാർത്ഥ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ് നമ്മൾ ആ ശ്ലോകം പഠിച്ചല്ലോ, അല്ലെ? അപ്പൊ ഈ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. അവിടെ ആ ഒരു കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ആ ഒരു ആത്മാവ് നശിക്കുന്നില്ല. കാര്യം അതെല്ലാം ഭഗവാന്റെ അംശമാണ്, ഭഗവാനിൽ നിന്ന് പോന്നു, ഭഗവാനിലേക്ക് എത്തിച്ചേരേണ്ട സംഭവങ്ങളല്ലേ. അപ്പൊ അവിടെ ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ നമ്മൾ കാണരുത്. നമ്മൾ ഈ ഭൗതികമായിട്ട് കാണുന്ന ആ ഒരു ചട്ടക്കൂടിൽ അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തോടു കൂടി ഇതിനെ കാണരുതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധിക്കില്ലെന്നിരിക്കെ കൃഷ്ണന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൽ വന്നു ചേരാവുന്ന ഹിംസയെ അല്ലെന്ന പൂർണ്ണബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പൊ കൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഭഗവാൻ നീതിസാരത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യം തന്നെ ഭഗവാൻ പറയില്ല എന്ന് ഇരിക്കെ കൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു ചോദ്യവും കൂടാതെ തന്നെ അർജുനൻ അനുസരിച്ചേ മതിയാവുള്ളൂ. നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. അപ്പൊ നീതി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിംസ ഈ എല്ലാ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും അനുവദനീയമാണ്. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണ്. അതായത് ഒരു രോഗിയെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ
ആ ഡോക്ടർ കീറി മുറിച്ച് കൊല്ലുവാണോ ചെയ്യുന്നത്? അല്ലേ? ആ രോഗം മാറ്റുക എന്നുള്ളതാണ് അതല്ല ഇവിടെ. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഭൗതികമായിട്ടുള്ള രോഗം, ഭവരോഗങ്ങളിൽ ബദ്ധരാണ് ഈ കൗരവരും അതൊക്കെ അല്ലേ. ആ ഭവരോഗങ്ങളിൽ നിന്ന് അവരെ, ആ രോഗമാകുന്ന ഭവരോഗമാകുന്ന ആ ഒരു അധാർമികതയും അതുപോലെ തന്നെ ഒരു സ്ത്രീയോട് പെരുമാറാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തത് അല്ലേ. അതായത് സ്വന്തം സഹോദരി സ്ഥാനത്തുള്ള ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു അല്ലേ. അങ്ങനെ ഒരുപാട് ഒരു അരക്കില്ലത്തിൽ വെച്ചിട്ട് ചുട്ട് കൊല്ലാൻ ശ്രമിച്ചു, ഭീമന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഈ അനീതിക്ക് നമ്മൾ നീതിശാസ്ത്ര പ്രകാരം തന്നെ അവര് വധശിക്ഷയ്ക്ക് അർഹരാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ചെയ്യാതിരിക്കണം? അപ്പൊ ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റിയാണ്. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പൂർണ്ണ ജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാകാനായിട്ട് യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് കൃഷ്ണന്റെ നിർദ്ദേശത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് ഒരിക്കലും പാപഫലങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതെന്താണ്? ഈ പാപഫലങ്ങളെ ഈ തുലാസു ഇതൊക്കെ ആരാണ് പിടിച്ചിരിക്കുന്നത്? ഇത് ആരാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? അദ്ദേഹം തന്നെ പറയുന്നത് ഇത് നീ ചെയ്യണം, ഇതാണ് നിന്റെ ധർമ്മം, ഇതാണ് നിന്റെ കർമ്മം, നീ നിന്റെ കർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കൊല്ലാനല്ല പറയുന്നത്, നീ നിന്റെ നിയതകർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ വേണം. അതുകൊണ്ട് ഈ താഴെ പറയുന്ന അത്രയും ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മളുടെ മനസ്സിലൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരവും ഇത് തന്നെ ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾ പല ഭാഗത്തും പല സ്ഥലത്തും കോട്ട് ചെയ്യുന്നതാണ്, പല ആചാര്യന്മാരും കോട്ട് ചെയ്യുന്ന ശ്ലോകമാണ്. അപ്പൊ നമ്മുടെ ഭഗവാന്റെ അംശമല്ലേ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വയം അധ്യാത്മ കാര്യങ്ങൾ വരണ്ടേ? മാതാജി ഹരേ കൃഷ്ണ. അതെ, നമുക്ക് ഭഗവാന്റെ അംശമാണ് നമ്മള്. തീർച്ചയായിട്ടും ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ നമ്മളോട് കൃപാലു ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഗർഭത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോരാനായിട്ടുള്ള അനുവാദം തന്നു അല്ലേ. അവിടെ കിടന്ന് നമ്മൾ നരകിച്ച്, അമ്മയുടെ വയറ്റിൽ കിടന്ന് നമ്മൾ വളരെയധികം നരകിച്ച് ഭഗവാന്റെ അടുക്കൽ നമ്മൾ ഇത് ചെയ്തിട്ടല്ലേ, നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടല്ലേ വരുന്നത്. എന്താണ് പ്രതിജ്ഞ ചെയ്ത്? നാരായണസ്വാമി ഒഴിച്ച് മറ്റ് അന്യനെ ഞാൻ ഭജിക്കില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇനി നിന്റെ നാമങ്ങൾ ചൊല്ലി നിന്റെ അടുത്തേക്ക് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ട് നമ്മൾ എന്താണ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ വന്ന വഴി മറക്കുന്നു അല്ലെ. വന്ന വഴി മറക്കുന്നു. അതായത് മായ വന്ന് നമ്മളെ മൂടുന്നു. ആ മായ എന്താണ്? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളും അതുപോലെ നമ്മുടെ കർമ്മഫലങ്ങളും ഒക്കെയാണ് മായയുടെ രൂപത്തിൽ വന്ന് നമ്മളെ ഒരു മറ ഇട്ടു, കർട്ടൻ ഇട്ട് മറച്ചു. അപ്പൊ നമ്മൾ ഇതെല്ലാം മറന്നു പോകുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും കൃപാലു ആയതുകൊണ്ട് നമ്മളെ ഒരു സത്സംഗത്തിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈഷ്ണവരുടെ അടുത്ത് എത്തിക്കുന്നു, ഒരു നല്ല ആളുടെ അടുത്ത് എത്തിക്കുന്നു, അല്ലെങ്കിൽ നാമം ചെല്ലാൻ പ്രേരിപ്പിക്കുന്നു, അല്ല ആരെങ്കിലും നമ്മളെ നിർബന്ധിക്കുന്നു, അജ്ഞാത സുഹൃതി കിട്ടുന്നു. സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞു. അങ്ങനെ സ്വല്പമെങ്കിലും നീ എന്റെ ഭക്തിയുത സേവനത്തിലേക്ക് വരൂ എന്നാണ് ഭഗവാൻ അപേക്ഷിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ മറന്നു പോകുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ മറന്നു പോകുന്നത് മുജ്ജന്മത്തിലെ ദോഷം കൊണ്ടാണോ നമ്മൾ വീണ്ടും മറന്നു പോകുന്നത്? ഭഗവാൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ മുജ്ജന്മത്തിലെ ഇതുകൊണ്ട് തന്നെയാണ്, നമ്മൾ വാസനകൾ കൊണ്ടാണ് ഇത് മറന്നു പോകുന്നത്. പക്ഷെ ഭഗവാൻ അവിടെയും നമുക്ക് അലവൻസുകൾ തരുന്നു, ഒരുപാട് അലവൻസുകൾ തരുന്നു. ഒരുപാട് സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലേക്ക് ഇട്ടിരുന്നു. നമ്മൾ മനുഷ്യ ജന്മം എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾക്ക് എൻജോയ്മെന്റിന് നമ്മൾ ശരിക്കും എവിടെയായിരുന്നു? ശരിയായിട്ട് നമ്മൾ ഭഗവാന്റെ ധാമത്തിലായിരുന്നു. നമ്മുടെ സ്വധാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോലോക വൃന്ദാവനമായിരുന്നു. നമ്മൾ എല്ലാവരും ഭഗവാന്റെ ഗോലോക വൃന്ദാവന ധാമത്തിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഭഗവാൻ എന്താണ്? ഭോക്താരാം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം. അപ്പൊ ഭഗവാൻ എന്താണ്? എല്ലാത്തിന്റെയും ഭോക്താവായിരുന്നു. അപ്പം ഭഗവാനെ എല്ലാവരും ഭഗവാൻ ഓഫർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഭഗവാനെ എല്ലാവരും സന്തോഷിപ്പിക്കുന്നു. ഭഗവാൻ സദാ സമ്പൂർണ്ണനായിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമുക്കും തോന്നി എനിക്കിത് ആസ്വദിച്ചാൽ എന്താണ്? എല്ലാവരും എന്താണ് ഭഗവാനെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്, എനിക്കും ഇതുപോലെ ആസ്വദിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, എന്നെ ആരെങ്കിലും ഇതുപോലെ ചെയ്യാനുണ്ടായിരുന്നു എന്നൊരു ചെറിയ തോന്നിയ മാതിരി എന്താണ്? നമ്മളെ ആത്മാവിനെ നേരെ ഭൗതിക ലോകത്തിലേക്ക് താഴേക്ക് വിടുന്നു. അതായത് എന്താണ്? നമുക്ക് ആ ഒരു ചെറിയൊരു സ്വാതന്ത്ര്യത്തോടു കൂടി എൻജോയ് ചെയ്യാനായിട്ടാണ് വിട്ടിരിക്കുക. വളരെ ചെറിയ സ്വാതന്ത്ര്യമേ ഉള്ളൂ. നമ്മൾ അത് വിചാരിച്ച് വലിയ സ്വാതന്ത്ര്യം ആണെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ വന്ന് തോന്നിയ രീതിയിൽ ജീവിച്ചിട്ട് എന്താണ് 84 ലക്ഷം ജീവരാശിയിൽ കൂടെ ഇങ്ങനെ ജനിച്ചും മരിച്ചും പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ ഓരോ ഭാഗത്തും നമുക്ക് ഭഗവാന്റെ കാരുണ്യം മുന്നേ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭഗവാൻ അത്ര കൃപാലുവാണ്. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മഫലത്തിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ടാണ് നമുക്കിത് വരുന്നത്. അപ്പൊ ഭഗവാനെ
ഓർമ്മ തരുന്നതും ഭഗവാന്റെ മറവി ഉണ്ടാകുന്നതും ഒക്കെ തന്നെ നമ്മൾ ഇതിന്റെ കർമ്മഫലത്തിന്റെ ഏറ്റക്കുറച്ചിലാണ്. നമുക്കറിയാമല്ലോ, ഒരു ഗജേന്ദ്രൻ എന്ന് പറയുന്ന ആനയായിട്ട് കൂടി കൂടി ഭഗവാൻ അവസാനം അതിന് ഓർമ്മ കൊടുത്തു അല്ലേ? ആ കർമ്മഫലങ്ങൾ മുഴുവൻ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ ഓർമ്മ കൊടുത്തു. ഒരു താമര പുഷ്പം ഇട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള വൈകുണ്ഠധാമത്തിൽ നിന്ന് ഭഗവാന് ഒരു സെക്കൻഡ് നേരം കൊണ്ട് വന്ന് ആ ജലാശയത്തിൽ നിന്ന് ആനയെ മോചിപ്പിച്ചു കൊണ്ടുപോയി അല്ലേ? ആ ആനയെ എന്ത് ചെയ്തു? ഭഗവാന് മടിയിലിരുത്തി ഗരുഡവാഹനത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോയി. അതാണ് ഭഗവാന്റെ കാരുണ്യം അല്ലേ? അപ്പൊ ഈ കർമ്മഫലം കിടക്കും തോറും നമുക്ക് എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മളുടെ മനസ്സ് നമുക്ക് ഈ അറിവും വിവരവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ വീണ്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് ഭഗവാന്റെ കുഴപ്പമാണോ? നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഇത്രയും പ്രായപൂർത്തിയായവരല്ലേ? ഇപ്പോഴും ഭൗതികമായിട്ടുള്ള ഒരുപാട് ആഗ്രഹവും വെച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തെ എന്ത് ചെയ്യണം? ഭഗവാനിലേക്കുള്ള ഈ ഒരു തുലനം ചെയ്യും. അതായത് 50-50. അങ്ങോട്ടേക്ക് പോകണോ ഇങ്ങോട്ടേക്ക് പോകണം, അതാണോ ശരി ഇതാണോ ശരി, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ വിചാരം വരുമ്പോൾ അത് തന്നെയല്ലേ പാലാഴി മദനത്തിന്റെ കഥ. പാലാഴി അതെ. മദനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിനെ മദനം ചെയ്യുവാണ്. മനസ്സെന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ ആ ഒരു പാലാഴിയെ എന്താണ് എന്താണ് കയറിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതും ചീത്തയും അല്ലെ, കാമക്രോധ സർപ്പമാകുന്ന ആ വാസുകിയാകുന്ന കാമക്രോധ ലോഭ മോഹ മത മത്സരാദികളെ ഇട്ടിട്ട് വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടൊരു പിടുത്തം വിളിക്കും, ഇങ്ങോട്ടൊരു ജ്ഞാനാംബികമാർന്ന് പറയാം. അതെ, ഇവിടെ രണ്ടുപേര് ഭൗതികതയുള്ളവർ എന്നോട് വന്ന് ഒരു പാർട്ടിക്ക് വിളിക്കുന്നു, അവിടെ പോണോ? ഇവിടെ നമ്മുടെ എന്താ മാതാജിയാ, മാതാജിയുടെ പേരെന്താ? എന്താ മാലിനി. മാലിനി. മാലിനി മാലിനി. മാതാജി. അതേ, മാലിനി മാതാജി സത്സംഗത്തിന് വിളിച്ചു. അവിടെ പോണോ ഇവിടെ പോണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. വലിച്ചു കഴിയുമ്പോൾ മാതാജി, ആ അവൾ എന്നെ കല്യാണ പാർട്ടിക്ക് വിളിച്ചല്ലേ, ഒന്ന് പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും? സത്സംഗത്തെ നമുക്ക് പിന്നെയും കൂടാവുന്നതാണല്ലോ. അപ്പൊ എന്ത് ചെയ്തും ഈ പിടിവലി ഇങ്ങോട്ടേക്ക് കൂടും. അസുരന്മാരുടെ ഭാഗത്തേക്കാണ് പിടിവലി കൂടുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവസാനം കാളകൂട വിഷമായിരിക്കും വമിക്കുന്നത് അല്ലേ? അവിടെ നിന്നുണ്ടാകുന്ന എന്താണ്? കാളകൂട വിഷം. അപ്പൊ ഈ മനസ്സിനെ മഥനം ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഈ കാളകൂട വിഷങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മഹാദേവനിലേക്ക് അർപ്പിക്കണം. മഹാദേവൻ ഇപ്പൊ മഹാശിവരാത്രി വരാൻ പോവാണ്. നമ്മുടെ മനസ്സിനെ മഥനം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഈ കാളകൂട വിഷം പോലുള്ള വിഷങ്ങളെല്ലാം മാറി, പൊടിപടലങ്ങളെല്ലാം മാറി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അമൃതം വരത്തുള്ളൂ. ആ അമൃതം എന്ന് പറഞ്ഞ എന്താണ്? ശരിയായ ജ്ഞാനം, ആത്മജ്ഞാനമാണ് ആ അമൃതം. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത്. അമൃതം എന്ന് പറഞ്ഞ എന്താണ്? അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃത്യുവില്ല. അപ്പൊ മൃത്യുവില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ആത്മജ്ഞാനം, മൃത്യുവില്ലാത്ത സംഭവം എന്താണ്? നമ്മുടെ ആത്മാവ്. ആത്മാവ് ഒരിക്കലും നശിക്കില്ലല്ലോ. ആ ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനമാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അതിലുപരിയായിട്ടുള്ള ജ്ഞാനം എന്താണ്? പരമാത്മജ്ഞാനം. ആ ആത്മാവിന്റെ കൂടെ ഇരിക്കുന്ന പരമാത്മാവിനെ പറ്റി മനസ്സിലാക്കുന്നത്. അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനമാണ് എന്താണ്? ഭഗവാന്റെ ജ്ഞാനം. അതായത് ഭഗവാൻ എന്നുള്ള ആ സങ്കല്പം വരുന്നത്. ഈ പരമാത്മജ്ഞാനമുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? യോഗികൾ എന്ന് പറയുന്നു അല്ലേ? അവർ യോഗം ചേർന്ന് ജീവാത്മാവിനെ പരമാത്മാവിനോട് സംയോജിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈശ്വരജ്ഞാനം വരുന്ന, ഈശ്വരനോട് പ്രേമം തോന്നുന്ന സമയത്താണ് നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ? വൈകുണ്ഠധാമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഗോലോകധാമത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ പരമാത്മജ്ഞാനം വരെ എത്തുന്ന ആൾക്കാരൊക്കെ പോകുന്നത് ബ്രഹ്മജ്യോതിസ് വരെയാണ്. ഇപ്പൊ നമ്മൾ ഈ കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ, ഈ യോഗികളൊക്കെ പോകുന്നത് എങ്ങോട്ടാ പോകുന്നത്? ബ്രഹ്മജ്യോതിസിലേക്കാണ് എത്തുന്നത്, ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിൽ. അപ്പൊ അവിടെ പോയാലും അവിടെ എന്താണ്? ലയനമാണ്, ആസ്വാദനമില്ല. അപ്പൊ എപ്പോഴും വീണ്ടും ആസ്വദിക്കണം എന്ന് തോന്നുമ്പോൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് ജനിക്കാതെ അവർക്ക് ഒരു ശരീരം എടുക്കാതെ ആസ്വദിക്കാൻ പറ്റത്തില്ല. അല്ല, ഈ ആത്മാവ് മാത്രമായിട്ട് ആത്മാവിന്റെ കൂടെ 3 സാധനങ്ങൾ പോകില്ല. എന്തൊക്കെയാണത്? മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം. ഈ സാധനങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഈ അവബോധം എന്താണ്? എപ്പോഴും എന്താണ്? എൻജോയ് ചെയ്യാനുള്ള ത്വരയാണ്. മാതാജി മുമ്പേ ജ്ഞാനാംബിക മാതാജി എന്നോട് ചോദിച്ചിരുന്നു അല്ലേ? ഈ സാധനങ്ങൾ കൂടെ ഉള്ളപ്പം ഈ ആത്മാവുള്ളത് കൊണ്ടാണ് ഇത് 3 കൂടെയുള്ളത്. അപ്പൊ ഇതെന്താ? എൻജോയ് ചെയ്യാനായിട്ടുള്ള ഇതാണ്. ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യണം, പക്ഷെ ശരീരം കിട്ടുന്നില്ല. ആ ശരീരം കിട്ടാനായിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഭഗവാന്റെ കൃപ ഉണ്ടാകണം. ഇതേ പാപസ്വാമിയുള്ള ഒരു ഒരു യോനിയിലേക്ക് ചെന്ന് ജനിക്കേണ്ടി വരും. ആ ഒരു ബീജസങ്കലനം നടക്കുന്ന സമയത്ത് ഇതേ പാപസ്വാമിയോ അവരുടെ പാപസ്വാമിയോ തമ്മിൽ യോജിക്കുന്ന സമയത്താണ് ഇത് പുറത്തുനിന്ന് വന്നങ്ങ് കയറുന്നത് അല്ലേ? അപ്പൊ പ്രഭു അതുവരെ നമ്മൾ നോക്കിയിരിക്കണം. ഈശ്വരജ്ഞാനം ഉള്ളവരെ എന്തോ വിളിക്കുന്നത്? പരമാത്മജ്ഞാനം ഉള്ളവരെ യോഗികളെന്ന് വിളിക്കുന്നു. ഈശ്വരജ്ഞാനം പരമാത്മജ്ഞാനമുള്ള ഉള്ളവരെ എന്ത്? ഈ ഈശ്വര ജ്ഞാനം ഉള്ളവരെ എന്ന് പറയുന്ന അവരെ വിളിക്കുന്നത് എന്താണ്? ചോപ്പാണല്ലോ അങ്ങേയറ്റം. അങ്ങേയറ്റാണ്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല മാതാജി. അതിന്റെ ഒരു പേരുണ്ട്.
പരമാത്മജ്ഞാനം യോഗികൾ എന്ന് പറഞ്ഞപ്പോ മറ്റേത് ആ ഉണ്ടല്ലോ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ കടമയാണ്. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ആത്മാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ജ്ഞാനം. ആത്മാവ് അജനാണ്, നിത്യനാണ്, പരിണാമമില്ലാത്തതാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം. അവരെ പറയുന്നത് എന്തോ ആത്മജ്ഞാനികളോ? അവരെ ആത്മജ്ഞാനികൾ എന്ന് പറഞ്ഞു. ആത്മസാക്ഷാത്കാരം കിട്ടുക എന്നൊക്കെ നമ്മൾ കേട്ടില്ല. ആത്മസാക്ഷാത്കാരം കിട്ടുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മത്തെ അറിഞ്ഞു. നമ്മൾ ഭാഗവത സപ്താഹം എടുക്കുന്ന ആൾക്കാരെ പോലെ ബ്രഹ്മത്തെ അറിഞ്ഞു, ബ്രഹ്മമാണ് എല്ലാം എന്നൊക്കെ പറയാം. അപ്പൊ ആ മറ്റേത് ചിലപ്പോ മുക്താത്മാക്കളായിരിക്കും ഇല്ലയോ? ബ്രഹ്മൻ റിയലൈസേഷൻ മുക്താത്മാക്കളായിരിക്കും. എന്ന് പറയാതെ ബ്രഹ്മൻ റിയലൈസേഷൻ എന്ന് പറയാം അതിനെ. ബ്രഹ്മൻ റിയലൈസേഷൻ. മറ്റേത് ഈശ്വരജ്ഞാനം എന്ന് പറയുമ്പോ മുക്താത്മാക്കളായിരിക്കും അല്ലയോ? അതെ. അപ്പൊ ബ്രഹ്മൻ റിയലൈസേഷൻ അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പരമാത്മാ പ്ലാറ്റ്ഫോമിൽ പോകുന്നു. പരമാത്മാ റിയലൈസേഷൻ ആണ്. പരമാത്മാ യോഗിയുടെ റിയലൈസേഷൻ, അതെ, യോഗികള്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഭഗവാൻ റിയലൈസേഷൻ. ഏറ്റവും ഉന്നതിയുള്ള ആ സ്ഥലമാണ് ഭഗവാൻ റിയലൈസേഷൻ. അപ്പൊ അതാണ് നമ്മൾ ഈ അത് സൂര്യഗോളമില്ലേ, സൂര്യഗോളവും സൂര്യരശ്മിയും ഒക്കെ ആ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞില്ലേ, ആ സൂര്യഗോളമാണ് ശരിക്കും പറയുന്ന ആ ഒരു ഭഗവാൻ റിയലൈസേഷൻ. നമ്മള് ഈ സൂര്യരശ്മിയിലേക്ക് ആകർഷിക്കുന്നവരാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഈ പറയുന്ന ഈ ബ്രഹ്മജ്യോതിയിലേക്ക് പോകുന്ന പരമാത്മ റിയലൈസേഷനിലേക്ക് പോകുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയുന്നത്? അപ്പൊ മാതാജിക്ക് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഈ കർമ്മ ശാന്തകുമാരി മാതാജിയാണ് ചോദിച്ചത്. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ എന്തായിരുന്നു ഞാനാ മാതാജി? ചോദിച്ചത്. ഒന്നുകൂടെ ചോദ്യം പറഞ്ഞേ. പ്രഭു, അത് ഈ മറവി വരുന്നത് മുജ്ജമ്മത്തിലെ അതെ അതെ, ഞാൻ അതിലേക്ക് അത് തന്നെ. അപ്പൊ നമ്മള് ഈ മറവിയൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഭഗവാൻ എന്താണ്? ബുദ്ധിയോഗം കൂടെ തരും അല്ലേ? അപ്പൊ ആ ബുദ്ധിയോഗം തന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? നമ്മൾ മനസ്സിനെ അതിജീവിച്ച് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം. ആ ബുദ്ധി പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ എന്താണ് ചെയ്യേണ്ട വഴി, എന്താണ് പ്രോസസ്സ്, എന്താണ് ഈസി ആയിട്ടുള്ള പ്രോസസ്സ്. നമ്മൾ 100 നിലയുള്ള സ്റ്റെപ്പ് കയറുകയാണ്. നമ്മൾ എലിവേറ്റർ വഴി കയറുകയാണ് ഇവിടെ അല്ലേ? അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ കലിയുഗത്തിൽ അവതരിച്ച് നമുക്ക് എന്താണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ എന്താണ് എലിവേറ്റർ വഴി കയറാനായിട്ട് ശ്രമിക്കുന്നത്. പ്രഭു, നമുക്ക് മറവിയില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോകും. ജഡഭരതനൊക്കെ മറവി കൊടുത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് നേരിട്ട് പോകാൻ പറ്റിയത്. ജഡഭരതൻ ഒരു എക്സാമ്പിൾ ആണ് തന്നെ. ജഡഭരതന് മാനായിട്ട് ജനിച്ച സമയത്തും അതെ, അദ്ദേഹത്തിന് അത് ഓർമ്മ ഓർമ്മയുണ്ടായിരുന്നു. വന്നല്ലോ. അത് കഴിഞ്ഞ് ഓർമ്മ വന്നല്ലോ. ജഡഭരതനായിരുന്ന സമയത്തും കഴിഞ്ഞ ജന്മത്തെ പറ്റി ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അത് കിട്ടത്തില്ല. കാര്യം ഭരത മഹാരാജാവ് എന്ന് പറയുന്ന ആള് ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തെ ഒരു എക്സാമ്പിൾ ആക്കി നമുക്ക് ഭാഗവത്തിൽ ഇപ്പോഴും പറയാൻ സാധിക്കുന്നത് ഭഗവാൻ അങ്ങനെ ഒരു നമ്മൾ അന്ത്യകാലത്ത് നമ്മൾ ആരെ സ്മരിക്കണം എന്ന് ഭഗവാൻ ഒരു വലിയ ഉപദേശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടെ ചെയ്തത്. അദ്ദേഹം വളരെ നല്ല ഭാരതം എന്നുള്ള പേര് നമുക്ക് കിട്ടാൻ തന്നെ കാര്യം ഭരത മഹാരാജാവിന്റെ ഭരണം കൊണ്ട്. അത്ര നല്ല സത്പരനായിരുന്നു അദ്ദേഹം. ഇതെല്ലാം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിന് പോയതാണ്. അവിടെ വെച്ചിട്ട് ഒരു മാനിനോട് താല്പര്യം തോന്നി അല്ലെ? മാൻകുട്ടിയോട് വാത്സല്യം തോന്നി. വാത്സല്യം തോന്നി മരിച്ച സമയത്ത് ഈ മാൻകുട്ടി എന്ത് ചെയ്യും? ശരീരം വിടാൻ നേരത്ത് ഈ മാൻകുട്ടി എന്ത് ചെയ്യും? അടുത്ത നിമിഷം ഇതിന് ആരും ഇല്ലല്ലോ, ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ വിചാരത്തോട് ജനിച്ചിട്ട് ഒരു മാനായിട്ട് പിറക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരെന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത്. അന്ത്യകാലത്ത് നീ എന്നെ വിചാരിക്കൂ, നീ തീർച്ചയായിട്ടും എന്റെ അടുക്ക വന്നെത്തും, എന്റെ ലോകത്തിലേക്ക് വന്നെത്തും, എന്റെ കൂടെ ജീവിക്കും നീ അവിടെ എന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ചില്ലറ കാര്യമൊന്നും ചെയ്താനായിട്ട് പറ്റില്ല. നമ്മൾ ഓർമ്മ നമുക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ മടിയന്മാരായിട്ടുള്ള നമ്മള് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അല്ലാതെ സ്വിച്ച് നമ്മൾ ചെയ്യുന്ന ഒരുപാട് നമ്മൾ വേദങ്ങളോ ഉപനിഷത്തുകളോ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ എളുപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മാത്രം നമുക്ക് എന്താണ് ഈ പറയുന്ന നിത്യ പ്രാക്ടീസ്, നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് അവസാന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അബോധാവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ തന്നെ ഭഗവാന്റെ കൃപ കൊണ്ട് ഒന്നുകിൽ നമ്മുടെ ഗുരുനാഥനോ അല്ലെങ്കിൽ അജ്ഞാത സുഹൃതിയായിട്ട് വേറെ ആരോ വന്ന് ഭഗവാന്റെ ഒരു നാമം ജപിച്ചിട്ട് ആ സമയത്ത് നമ്മൾ ആ നാമജപം കേട്ടിട്ട് നമ്മുടെ ജീവൻ പോകാനായിട്ട് ഇടയാകും. അല്ല, അബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ഒരു ഭക്തനാണെങ്കിൽ ഭഗവാൻ നേരിട്ട് വന്നെടുത്തോണ്ട് പോകുമെന്നേ പറയുന്നേ. അതല്ലെങ്കിൽ ഭഗവാൻ ചൈത്യ ഗുരുവായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ പരമാത്മാവായിട്ടല്ലേ? ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഈ പറയുന്നത് ഒന്നും അബോധാവസ്ഥയാണെന്നോ നമ്മൾ ഏത് ലെവലിലോ കൈയും കാലും ഇല്ലാതെ കിടക്കുകയാണെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഭഗവാന്റെ കൃപയുണ്ട്. ഭഗവാൻ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം അത്രയ്ക്ക് കൃപാലുവാണ്. കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ മക്കളല്ലേ.
നമ്മൾ മക്കളായതുകൊണ്ട് എന്തായാലും അച്ഛനും അമ്മയ്ക്കും മക്കളെ കൈവിടാൻ പറ്റും. അവരെത്രയൊക്കെ മോശം പ്രവൃത്തി ചെയ്താലും അവർ അച്ഛനും അമ്മയ്ക്ക് ഒരു വാത്സല്യല്ലേ, അത് എന്റെ മോനല്ലേ, എന്റെ മോളല്ലേ, ഞാൻ അതൊക്കെ ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞ പോലെ ഭഗവാനും പരമകൃപാലുവാണ്. അപ്പം നമ്മൾ ഈ ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അവർക്ക് ഭഗവാൻ ഈ ജന്മം കൊണ്ട് ആ കർമ്മഫലം തീർക്കണമെന്ന് ഭഗവാൻ ആഗ്രഹത്തോടു കൂടി ആ കർമ്മഫലമൊക്കെ എടുത്തേക്കാന്ന് വെച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്ത് സഹിക്കാൻ പറ്റത്തില്ല. അവരിപ്പോ എന്ത് ചെയ്യും, ഒരു നിലവിളിച്ചോടുവാണ്. എന്നാണ് ഈ ഭഗവാനെ കൂടുതൽ ഞാൻ വിളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ഭഗവാൻ ഓക്കെ എന്നാ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയല്ലേ, ഇന്ന് എന്നെ വിളിക്കേണ്ട, നിങ്ങൾ എന്നാ വേറെ പൊക്കോ, ഒരു മതം മാറി നോക്കട്ടെ എന്ന് വിചാരിക്കും. മതം മാറി നോക്കിയാൽ ഏഹ്, നമുക്ക് ഇത് കിട്ടുമോ? ഇല്ല. എവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് നമുക്ക് കിട്ടത്തില്ല. ഭഗവാന്റെ മായ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും. നമ്മളിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ഒന്ന് രണ്ട് ഡിവോട്ടീസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ. നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് ഭഗവാന്റെ പരമകാരുണ്യം കൊണ്ടാണ് ആ ഒരു കർമ്മഫലം നമ്മളെ ഈ ജന്മത്തിൽ തന്നെ അടുത്ത ജന്മം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരുപാട് കൃപയുള്ളത് കൊണ്ടാണ് എന്റെ ഈ കർമ്മഫലം അങ്ങ് തീർന്നു പോയിക്കോട്ടെ. ഇത് ശീതവും ഉഷ്ണവും ഒക്കെ വരുന്ന പോലെയല്ലേ. ഇന്ന് ഈ ദുഃഖം ഉണ്ടാകും, നാളെ ഇല്ല. ഇന്ന് എനിക്കൊരു തലവേദന വന്നു, പനി വന്നു, നാളെ മാറി. ഇന്ന് ഒരു ദിവസം എന്തുകൊണ്ട് എനിക്ക് സഹിച്ചുകൂടാ? നാളെ ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിനായിട്ട് എന്തുകൊണ്ട് ഞാൻ കാത്തിരിക്കാൻ എനിക്ക് കഴിയാൻ പറ്റുന്നില്ല? ആ സമയം ആകുമ്പോഴത്തേന് കുറച്ച് സമയം കൊണ്ട് നമ്മൾ അതും ഇതൊക്കെ തീരുമാനം എടുത്തു. മറ്റവരുടെ അടുക്ക് കൊട്ടിപ്പാടാൻ പോയി, അവിടെ പോയി, ഇവിടെ പോയി. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് പോകുന്നത്? ഒന്ന് ക്ഷമിച്ചുകൂടെ? അപ്പൊ അതിന് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കണം. അപ്പൊ മാതാജിക്ക് മനസ്സിലായി കാണും, ഈ മറവി എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കർമ്മഫലത്തിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കൂടുതലും കുറവുണ്ട്. പക്ഷെ ഈ മറവി എന്ന് പറയുന്നത് നമ്മളുടെ പഴയ ജന്മത്തെ പറ്റി, നമ്മളുടെ പഴയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരോടും ചെയ്ത മോശം പ്രവൃത്തിയും മറ്റുള്ളവരെ നമ്മളോട് ചെയ്ത മോശം പ്രവൃത്തിയും ഇതെപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ഒരു മറവി തരും. ആ മറവി വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മറവിയാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെയുള്ളവരൊക്കെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. ഞാനതിപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രവൃത്തി കർമ്മം ചെയ്യാൻ പറ്റുമോ? ഞാൻ അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, കുറച്ച് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു കൊടുമുടി ആയിട്ടിരുന്ന അതെല്ലാം ഇങ്ങനെ അലിഞ്ഞ് 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 പിന്നെ അവരെ കാണുമ്പോൾ നമുക്കൊന്ന് ചിരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നും ഒരു വിഷമം ഉണ്ടാകത്തില്ല അല്ലേ. അതെല്ലാം നമ്മളങ്ങ് മറന്നു കഴിഞ്ഞു. ആ ഒരു മറവി വളരെ നല്ല മറവി. പക്ഷെ ഭഗവാനെ മറക്കുക എന്നുള്ള മറവി അത് നല്ലതല്ല. വന്ന വഴി മറക്കുക, അതാണ് വന്ന വഴി നമ്മൾ ചെയ്ത പ്രതിജ്ഞ ഭഗവാനോട് മറക്കുക എന്നുള്ളതാണ്. അതൊട്ടും നല്ല കാര്യമല്ല. അതുകൊണ്ട് മാതാജി ആ മറവി നമ്മൾ മോശം കാര്യങ്ങൾ മറക്കാനും അതുപോലെ തന്നെ ഭഗവാനെ പറ്റി കാര്യങ്ങൾ കൂടുതൽ ഓർക്കാനുമായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പം മാതാജിക്ക് ഈ ഒരു സംശയം ഉണ്ടാകില്ല. ഓക്കെ മാതാജി, ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ അപ്പം കൃഷ്ണ. അതെ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്തത് 22ാമത്തെ ശ്ലോകമാണ് 2ാമത്തെ അധ്യായത്തിലെ. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി കൃഷ്ണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ഞന്യാനി സംയാതി നവാനി ദേഹി. ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. എപ്പോഴും ആചാര്യന്മാർ കോട്ട് ചെയ്യുന്ന ശ്ലോകമാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹംസാശരീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ജ്ഞാനാനി സംയാതി നവാനി ദേഹി. ഹരേ കൃഷ്ണ. ദേഹാനി അന്യാനി എന്നല്ലേ പ്രഭുജി? ഏതാ? തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി അന്യാനി നവാനി. സംവ്യാധി നവാനി ദേഹി. അങ്ങനെയാണ് അന്യാനി. ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. നര മനുഷ്യൻ യഥാ യാതൊരു പ്രകാരം ജീർണാനി ജീർണങ്ങളായ വാസാംസി വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് നവാനി നവങ്ങളായ അപരാണി അന്യവസ്ത്രങ്ങളെ ഗൃഹ്ണാദി ഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ സ്വീകരിക്കുന്നുവോ തഥാ അപ്രകാരം ദേഹി ആത്മാവ് ജീർണാനി ജീർണങ്ങളായ ശരീരാണി ശരീരങ്ങളെ വിഹായ
ഉപേക്ഷിച്ചിട്ട് നവാനി നവങ്ങളായ പുതിയ അന്യ ശരീരങ്ങളെ സംയാതി പ്രാപിക്കുന്നു. ശ്രീലപ്രഭാതരുടെ വിവർത്തനം. ജയ് ശ്രീലപ്രഭാത്. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അതായത് ഒരു വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടെ, അല്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നിരിക്കുന്ന ആത്മാവിന്റെ കാര്യത്തിന്റെ ഒരു സംഗ്രഹമാണ് ഭഗവാൻ ഇവിടെ കൂടെ പറഞ്ഞത്. വളരെ ഷോർട്ടായിട്ട് നമുക്ക് എവിടെ റെഫറൻസ് ആയിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ഒരു ശ്ലോകമാണിത്, അല്ലേ? നമ്മൾ പഴയ ഉടുപ്പുകൾ മാറ്റി, നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്ന ഒരു ഉടുപ്പിനോട് നമ്മൾ സാമ്യപ്പെടുത്തണം. ഭഗവാന്റെ ഗോപി വസ്ത്രാപകരണ ലീലയിലും നമ്മൾ ഇതല്ലേ കണ്ടത്, അല്ലേ? ഭഗവാൻ അവരെ ആത്മജ്ഞാനം, നമ്മളുടെ ഈ ശരീരം എന്ന് പറഞ്ഞ ഒരു ഉടുപ്പ് മാറി മറ്റൊരു ഉടുപ്പ് ഇടുന്ന പോലെ നമ്മൾ പല ഈ ദേഹി, ഉള്ളിലിരിക്കുന്ന ദേഹി പല ശരീരങ്ങൾ അല്ലെങ്കിൽ പല ഉടുപ്പുകൾ മാറി മാറി ഇടുന്നുണ്ട്. പക്ഷെ അകത്തിരിക്കുന്ന ആള് ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു സംഭവം ഇതിൽ കൂടെ എടുത്താണ്. ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അല്ലെ? ഈ ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്ന് പറഞ്ഞ സ്റ്റേജുകളിൽ കൂടെ ശരീരം കടന്നു പോകുന്നുണ്ടെങ്കിലും ആത്മാവിന് അങ്ങനെ ഒരു പരിണാമം സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വാർദ്ധക്യം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, ജരാനര ബാധിച്ച് ഈ ശരീരം അങ്ങ് ജീർണിച്ച് അഴുകി എന്താണ്, അത് മണ്ണിനോട് ചേരും. അപ്പോഴെന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ദേഹി പുതു ശരീരങ്ങൾ സ്വീകരിക്കും, അല്ലെങ്കിൽ പുതിയ ഉടുപ്പുകൾ സ്വീകരിക്കും. അത് പുതിയ ചിലപ്പോൾ ഒരു മൃഗത്തിന്റെ ആകാം, മനുഷ്യന്റെ ആകാം, പ്രാണിയുടെ ആകാം, ഷഡ്പദത്തിന്റെ ആകാം, അമീബയുടെ ആയിരിക്കാം, ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, എന്തിന്റെ ആണെന്ന് നമ്മുടെ ആ കർമ്മഫലം ആണ് അതിനെ തീരുമാനിക്കുന്നത്. അതായത് യം വ്യാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവ ഇത് കൗന്ദയ തഥാ തദ്ഭാവ ഭാവിത എന്ന് പറഞ്ഞ് ഭഗവാൻ 8ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഈ ശ്ലോകം പ്രമാണിച്ച് നമ്മൾ എന്താണോ മരണവേളയിൽ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ആ ഭാവത്തിലേക്ക് എത്തിച്ചേരും. അതായത് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അടുത്ത ജന്മം എന്താവുമെന്നുള്ള ഡൈമേക്കേഴ്സ് ആണ്. നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ശരീരം നമ്മൾ എന്താണെന്ന് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോ പ്രവൃത്തിയും, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെ അടുത്ത ജന്മം നമ്മൾ എന്താകും എന്നുള്ള ആ ഒരു ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ ഉടുപ്പ് നമ്മൾ എന്താകും, നമ്മളുടെ ഉടുപ്പ് ഒരു മൃഗത്തിന്റെ ആണോ, പന്നിയുടെ ആണോ, കൃമിയുടെ ആണോ എന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പൂന്താനം വളരെ നല്ലതായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഈച്ച ചത്തൊരു പൂച്ചയായിട്ട് നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടൻ ഓരിയായി തീരുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നരൻ നിർവൻ ചത്തുനിയായി പിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൂന്താനം എഴുതി വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇത്രയും നാൾ നമ്മൾ ജനിച്ചു വളർന്ന ആ സമയം തൊട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഈ ജ്ഞാനപ്പാനം കേൾക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കേട്ട് പോകുന്നല്ലാതെ, ഒരു ചെവി കൂടെ കേട്ട് ഇങ്ങനെ പോകുന്നല്ലാതെ നമുക്കത് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ ഭാവാർത്ഥം എന്താണ് പറയുന്നത്? ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥ: അണുമാത്രനായ ജീവാത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു എന്നത് പരക്കെ അംഗീകൃതമായ ഒരു വസ്തുതയാണ്. ആത്മാവുണ്ട് എന്നതിൽ വിശ്വസിക്കാത്തവരും അതേസമയം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉറവിടമെന്തെന്ന് വിവരിക്കാൻ കഴിയാത്തവരുമായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാകില്ല. വാർദ്ധക്യത്തോടെ ഈ പരിണാമം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. മുൻ ശ്ലോകത്തിൽ, അതായത് 2ാം അധ്യായത്തിൽ 13 ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ടല്ലോ. അണുമാത്രമായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റി കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. മുണ്ടകോപനിഷത്തും ശ്വേതാശതരോപനിഷത്തും പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ പരമാത്മ ജീവാത്മാക്കളെ ഒരേ വൃക്ഷത്തിന്മേൽ ഇരിക്കുന്ന 2 കിളികളോട് ഉപമിച്ചിട്ടുണ്ട്. അവയിലൊന്ന് ജീവാത്മാവ് വൃക്ഷത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുകയാണ്, മറ്റൊന്ന് കൃഷ്ണൻ ആ സുഹൃത്തിനെ വീക്ഷിച്ചു കൊണ്ടും ഇരിക്കുന്നു. ഗുണത്തിൽ സമാനതയുള്ളവരാണെങ്കിലും ഇതിലൊരാൾ ഭൗതിക വൃക്ഷത്തിന്റെ ഫലത്തിൽ ആകൃഷ്ടനാണ്, മറ്റേത് സുഹൃത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷകനാണ് കൃഷ്ണൻ. അർജുനൻ പല ആസ്വാദകനും. സുഹൃത്തുക്കളെ നിരിക്കലും അവരിൽ ഒരാൾ സ്വാമിയും മറ്റേയാൾ ആശ്രിതനുമാണ്.
അണുമാത്രനായ ജീവാത്മാവ് ഈ ബന്ധം മറന്നു പോകുന്നതിനാലാണ് അതിനെ ഒരു വൃക്ഷത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അഥവാ ഒരു ശരീരം വിട്ട് പുതിയ ഒന്നിലേക്ക് അടിക്കടി മാറേണ്ടി വരുന്നത്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന് ജീവൻ നന്നേ ക്ലേശിക്കുന്നു. അർജുനൻ കൃഷ്ണനെ ആത്മീയ ആചാര്യനായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ മറ്റേ പക്ഷിയെ പരമോന്നതനായ ആത്മീയ ഗുരുവായി സ്വയം വരിക്കുന്ന പക്ഷം ആ കിളിക്ക് സർവ്വശോകങ്ങളിൽ നിന്നും ക്ഷണേന മോചനം നേടാം. മുണ്ടകോപനിഷത്തിലും വേദശതരോപനിഷത്തിലും ഇങ്ങനെ പറയുന്നു: സമാനേ വൃഷ്ടേ പുരുഷോ നിമഗ്നോ നീശയാ ശോചതി മുഹ്യമാനാം ജുഷ്ടം യഥാ പശ്യത്യ അന്യമീശസ്യ മഹിമാനിത്യതി വീത ശോക. ഒരേ വൃക്ഷത്തിന്മേലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇടവന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതയിൽ നിന്നും മുക്തനാകും. അർജുനൻ തന്റെ സനാതന സുഹൃത്തായ കൃഷ്ണന് നേരെ മുഖം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗീതോപദേശം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനിൽ നിന്നും ശ്രവിക്കുന്നതോടെ അദ്ദേഹത്തിന് കൃഷ്ണന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ശോകവിലാപാദികളിൽ നിന്ന് വിമുക്തനാകുവാനും കഴിയും. വൃദ്ധനായ മുത്തച്ഛന്റെയോ ഗുരുവിന്റെയോ ദേഹപരിണാമത്തെപ്പറ്റി ദുഃഖിക്കരുതെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. മറിച്ച് നീതിയുക്തമായ സമരത്തിൽ അവരുടെ ശാരീരിക ഹിംസ ചെയ്ത് വിവിധ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ധർമ്മയുദ്ധത്തിലോ യജ്ഞവേദിയിലോ സ്വജീവൻ അർപ്പിക്കുന്നവൻ ശാരീരിക കർമ്മങ്ങളുടെ ദുഷിച്ച ഫലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് സമുന്നതമായൊരു നിലയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് അർജുനന്റെ വിലാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഹരേ കൃഷ്ണ. വളരെ കൃത്യമായിട്ടുള്ള കാര്യം. ഈ ഭാവാർത്ഥം നിങ്ങൾ 3-4 പ്രാവശ്യം വായിക്കണം. വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ശരീര പരിണാമം നമ്മൾ ഒരുപാട് തവണ വിവരിച്ചതാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിണാമം ബാല്യം വാർദ്ധക്യം എന്നുള്ള കാര്യമാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അതിനുശേഷം പറയുന്നത് നമ്മൾ മുണ്ടകോപനിഷത്തും ശ്വേതോശ്വര ഉപനിഷത്തും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജീവാത്മാവിനെയും പരമാത്മാവിനെയും, അതായത് ഒരേ വൃക്ഷത്തിന്റെ തന്നെ 2 ശാഖകളിലിരിക്കുന്ന പക്ഷികളെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരേ വൃക്ഷത്തിന്റെ 2 ശാഖകളിലിരിക്കുന്ന 2 പക്ഷികൾ അല്ലെ. അതിലെ ഒരു പക്ഷി എന്താണ്? ഒരു പക്ഷി ഭോക്താവും മറ്റേ പക്ഷി നിരീക്ഷകനുമാണ് അല്ലെ. അപ്പൊ താഴത്തെ ശാഖയിലിരിക്കുന്ന ആ പക്ഷി അത് ഭോക്താവാണ്, അതായത് നമ്മുടെ ജീവാത്മാവ്, അതായത് ഇവിടെ അർജുനൻ. മുകളിലത്തെ ശാഖയിലിരിക്കുന്ന പക്ഷി എന്താണ്? പരമാത്മാവ് അല്ലെങ്കിൽ ആസ്വാദകനാണ്. അതായത് ഭോക്താരാം യജ്ഞതപസാം എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്ന ഭോക്ത അതാണ് അല്ലെ. അത് നിരീക്ഷകനാണ് അല്ലെ. സദാ അഭ്യുദയകാംക്ഷിയുമാണ് അല്ലെ. സുഹൃത്തും അഭ്യുദയകാംക്ഷിയായ പക്ഷി മുകളിലിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഭോക്താവായിട്ടുള്ള പക്ഷി, അതായത് നമ്മുടെ ജീവാത്മാവ് എന്താണ്? ഈ താഴത്തെ ചില്ല ഇരുന്നിട്ട് അത് ചുറ്റുമുള്ള വൃക്ഷങ്ങളിലേക്കെല്ലാം അത് ഭൗതിക സുഖങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചുറ്റോടിയിട്ടുള്ള വൃക്ഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അടുത്തടുത്ത ശരീരങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ഓരോ ശരീരം തേടാനായിട്ട് ഈ ആഗ്രഹങ്ങൾ കാരണമല്ലേ. അപ്പൊ ഈ പക്ഷി വിചാരിക്കുവാണ് ഈ അടുത്ത വൃക്ഷത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ കഴിക്കാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ കിട്ടും, അല്ലെങ്കിൽ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയാൽ കിട്ടും. ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്? വീണ്ടും വീണ്ടും ശരീരങ്ങൾ കിട്ടി പോകും. പക്ഷേ സ്വന്തം സുഹൃത്തും അഭ്യുദയകാംക്ഷിയും സദാ നിരീക്ഷകനുമായിട്ടുള്ള ആ ഒരു സുഹൃത്ത്, എപ്പോഴുള്ള സുഹൃത്ത് അല്ലെങ്കിൽ ഗുണത്തിൽ ഒന്നാണെങ്കിലും എന്താണ്? അളവിൽ വ്യത്യാസമുള്ള ഈ പരമകാരുണികനായ ഭഗവാനായ പരമാത്മാവ് തൊട്ട് മുകളിലത്തെ ശാഖയിലുണ്ട് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും വിചാരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആ നിരീക്ഷൻ പരമകാരുണികവാനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്? മോക്ഷം കൊടുക്കുന്നു, അതായത് യോഗ ചെയ്യുന്നു. ജീവാത്മാവും പരമാത്മാവും പരസ്പരം ദർശിക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം ഈ ജീവാത്മാവായിട്ടുള്ള കിളി താഴത്തെ ശാഖയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷിയും അദ്ദേഹത്തിന്റെ സുഹൃത്തും പരമകാരുണികവാനുമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഗുണത്തിൽ ഒന്നും, അതായത് എന്താണ്, അളവിൽ വ്യത്യസ്തനുമായിട്ടുള്ള ആ പരമാത്മാവെന്നുള്ള കിളിയെ ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. അതല്ലേ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. നീ ഭഗവത്ഗീത എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ് ഭഗവത്ഗീത. നമ്മളെ തന്നെ പഠിക്കുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാണ്. അതുകൊണ്ടല്ലേ കണ്ണാടി വെച്ചിട്ട് നമ്മളത് നോക്കണം എന്ന് പറയും. നമ്മളെ തന്നെ പഠിക്കണം അല്ലെ. അല്ലാതെ കണ്ണാടി വെച്ചിട്ട് മേക്കപ്പ് ഇടുകയല്ല, നരച്ച മുടി കറപ്പിക്കുകയല്ല, മേക്കപ്പ് ഇടുക, ലിഫ്റ്റിക്ക് ഇടുക അല്ല ചെയ്യുന്നത്. നമ്മൾ ആ കണ്ണാടി ബിംബമൊക്കെ ശ്രീനാരായണ ഗുരു ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലേ, കണ്ണാടി പ്രതിഷ്ഠ.
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മളെ തന്നെയാണ് പഠിക്കേണ്ടത്, അല്ലെ? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. അപ്പം നമ്മൾ ഈ ജീവാത്മാവായിട്ടുള്ള കിളി പരമോന്നതനായ തൊട്ടുമുകളിലുള്ള ശാഖയിലുള്ള ഉപനിഷത്ത് പറയുന്ന അത്രയ്ക്കും അടുത്താണ് ഇരിക്കുന്നത്, രണ്ടുപേരും തന്നെ ഹൃദയത്തിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഹൃദയത്തിലേക്ക് നോക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക, വേറെ എവിടെയോ ആണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ പുറത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ എന്താണ്, ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലേ? നമ്മൾ ആ മരത്തെ ചാടി, അവിടെ ചെന്നിട്ട് നമുക്ക് മതിയായോ, അവിടുന്ന് അടുത്ത മരത്തിൽ ചാടി, അതായത് ഒരു ശരീരം സ്വീകരിച്ചു, അടുത്ത ശരീരം സ്വീകരിച്ചു, അങ്ങനെ 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 കറങ്ങി 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 വന്നിട്ടും എന്താണ്, എന്റെ കൂടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹം ഇരിപ്പുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് എപ്പോ സാധിക്കുന്നു? ആ സമയത്ത് നമുക്ക് മോക്ഷമായി, അല്ലെങ്കിൽ യോഗം ചേർന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിരീക്ഷകനാണ് കൃഷ്ണൻ, അർജുനൻ ഫലാസ്വാദകനും. സുഹൃത്തുക്കൾ എന്നിരിക്കൽ അവരിൽ ഒരാൾ സ്വാമിയും മറ്റൊരാൾ ആശ്രിതനുമാണ്. ഇവർ രണ്ടുപേർ സുഹൃത്തുക്കളാണെങ്കിലും എന്താണ്, ഒരാൾ അർജുനനും സ്വാമിയും കൃഷ്ണനും മറ്റേ സുഹൃത്തുക്കളാണ് ഭൗതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ജീവാത്മാവും പരമാത്മാവുമായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഗുണത്തിൽ ഒന്നാണ്, ആ രീതിയിൽ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരാള് എന്താണ് പരമാധികാരി അല്ലെങ്കിൽ പരമോന്നതനായ ഭഗവാനാണ് എന്ന് നമ്മൾ വിചാരിക്കണം, അല്ലെ? നമ്മൾ ആശ്രിതനാണ്, അല്ലെ? അദ്ദേഹമാണ് ഉയർന്നത്. നമ്മൾ അദ്ദേഹത്തിനെ ദാസനാക്കാനായിട്ട് നോക്കുമ്പോഴാണ് പ്രശ്നം. നമ്മളാണ് ഉയർന്നതെന്ന് എപ്പോഴും വിചാരിക്കും, അല്ലെ? നമ്മൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്, നമ്മളുടെ കഴിവുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പറ്റുന്ന ആ ഒരു അബദ്ധം. നമുക്ക് താഴേക്ക് പതിക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു സമയത്താണ്. ഈ അപ്പം ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക്, അഥവാ ശരീരം വിട്ട് പുതിയ ഒന്നിലേക്ക് അടിക്കടി മാറേണ്ടി വരുന്നു. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ നിന്ന് ജീവൻ നന്നേ ക്ലേശിക്കുന്നു. അർജുനൻ കൃഷ്ണനെ ആത്മീയ ആചാര്യനായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ മറ്റേ പക്ഷിയെ പരമോന്നതനായ ആത്മീയ ഗുരുവായി സ്വയം വരിക്കുന്ന പക്ഷം ആ കിളിക്ക് സർവ്വ ശോകങ്ങളിൽ നിന്നും ക്ഷണേന മോചനം നേടാം. അപ്പൊ നമ്മൾ ഈ പരമാത്മ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരേ വൃക്ഷത്തിന്മേലാണ് രണ്ടുപേരും ഇരിക്കുന്നെങ്കിലും ഭോക്താവായ പക്ഷി എപ്പോഴും എന്താണ്, ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇട വന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതയിൽ നിന്നും മുക്തനാകും. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുവാണ്, അല്ലേ? അതായത് ഒരേ വൃക്ഷത്തിന്മേലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മളുടെ ഈ വൃക്ഷം, അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഹൃദയത്തിലാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്, അല്ലെ? അപ്പം നമ്മളുടെ ഭോക്താവായിട്ടുള്ള പക്ഷി എപ്പോഴും ദുഃഖിതനാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും, അതാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയുവാണ്. ശ്രീമദ് ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഭഗവാന്റെ ലീലകളും മഹിമകളും അറിയുവാണ്. അദ്ദേഹത്തിന്റെ മഹിമകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അദ്ദേഹത്തിനോട് ദൃഷ്ടി തിരിക്കാതിരിക്കാനായിട്ട് പറ്റും? അതുകൊണ്ടാണ് ഭഗവത് ലീലാ കഥന ശ്രവണങ്ങൾ നമ്മളിങ്ങനെ കേൾക്കണം എന്ന് പറയുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ മഹിമകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിലേക്ക് ദൃഷ്ടി തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എല്ലാ വ്യാകുലതകളിൽ നിന്നും നമുക്ക് മുക്തനാകാനായിട്ട് സാധിക്കും. അർജുനൻ തന്റെ സനാതന സുഹൃത്തായ കൃഷ്ണന് നേരെ മുഖം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗീതോപദേശം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് ശ്രവിക്കുന്നതോടെ അദ്ദേഹത്തിന് കൃഷ്ണന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ശോകവിലാപാദികളിൽ നിന്ന് മുക്തനാകാനും സാധിക്കും. വൃദ്ധനായ മുത്തച്ഛന്റെയോ ഗുരുവിന്റെയോ ദേഹപരിണാമത്തെ പറ്റി ദുഃഖിക്കരുതെന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുവാണ്. മറിച്ച് നീതിയുക്തമായ സമരത്തിൽ അവരുടെ ശാരീരിക ഹിംസ ചെയ്ത് വിവിധ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മള് വൃദ്ധനായ ഒരു മുത്തച്ഛന്റെയോ, അവിടെ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭീഷ്മ പിതാമഹൻ, അതുപോലെ തന്നെ ഗുരു ദ്രോണരെ, അവരുടെ ദേഹപരിണാമങ്ങളെ പറ്റി നമ്മൾ ഓർത്ത് വ്യസനിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ സാധാരണ വ്യക്തികളൊന്നും തന്നെ അല്ല. അപ്പൊ നീതിയുക്തമായ യുദ്ധത്തിൽ കൂടെ അല്ലെങ്കിൽ സമരത്തിൽ കൂടെയാണ് അവരുടെ ശരീരഹിംസ സംഭവിക്കുന്നതെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മളൊരു അവസരം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ധർമ്മയുദ്ധത്തിലോ യജ്ഞവേദിയിലോ സ്വജീവൻ അർപ്പിക്കുന്ന ശാരീരിക കർമ്മങ്ങളുടെ ദുഷിച്ച ഫലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് സമന്വിതനായ നിലയിലേക്ക്. അപ്പൊ ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞത് ധർമ്മക്ഷേത്രമാണ്. അവിടെ സ്വജീവൻ അർപ്പിക്കുക എന്ന് പറഞ്ഞ് തന്നെ അവരുടെ ഈ ഭൗതിക ശരീരം വിട്ടിട്ട് അവരുടെ കർമ്മദോഷങ്ങളെല്ലാം വെടിഞ്ഞ് അവർ യാത്രയാണ്. അങ്ങനെ ആ യാത്ര അയക്കാനായിട്ട് തന്നെ ഒരു അവസരം കിട്ടുന്ന തന്നെ അതൊരു വലിയ കാര്യമാണ്. അതിന് ഈ വേറൊരു രീതിയിൽ അതിനെ വിവക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ എടുത്തു പറയുവാണ്.
ഇനി അടുത്ത 23-ാമത്തെ ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതാം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതാം. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകാഃ ന ചൈനം ക്ലേദയന്ത്യപ്പോ ന ശോഷയതി മാരുതാഃ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദ അന്ധാവോ ന ശോഷയതി മാരുതാ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്രീലപ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭുപാദ്. ഏനം ഇവനെ അല്ലെങ്കിൽ ആത്മാവിനെ ശസ്ത്രാണി ആയുധങ്ങൾ ന ചിന്തന്തി ഛേദിക്കുന്നില്ല, പാവക പാവകൻ അല്ലെങ്കിൽ തീ, ഏനം ഇവനെ ന ദഹതി ദഹിപ്പിക്കുന്നില്ല, ആപ വെള്ളം, ഏനം ഇവനെ ന ക്ലേദയന്തി നനയ്ക്കുന്നില്ല, മാരുത കാറ്റ്, ന ശോഷയതി ശോഷിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഉണക്കുന്നില്ല. ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീലപ്രഭുപാദ്. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ സാധ്യമല്ല. അടുത്ത ഒരു തത്വം. ആത്മാവ് എന്ന് പറയുന്ന സാധനം എന്താണ്? നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-1 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു അംശം എത്രയുണ്ടോ അത്രയും വലിപ്പമാണ് ആത്മാവിനെന്ന് പറയുന്നു. അതുകൊണ്ട് അതിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ഒരു ഇതിന്റെ ഭാവാർത്ഥം ഗീതാ മാതാജി മല്ലപ്പള്ളി. ഹരേ കൃഷ്ണ മാതാജി. അയ്യോ ഇങ്ങനെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മനുഭായി മാതാജി. ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ആ മാതാജി പറയൂ, എന്താണ് പറഞ്ഞത്? ഞാൻ മാതാജി അറിയാതെ എന്തോ ഇവിടെ പറഞ്ഞതാ പ്രഭു. ആരാന്ന് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ വെറുതെ കേറിയതാ ഇപ്പൊ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി മല്ലപ്പള്ളി. ഭാവാർത്ഥം ശ്രീല പ്രഭുവാക്കി. വിവിധ ശസ്ത്രങ്ങൾ പേമാരി, കൊടുങ്കാറ്റ് ഇവയാകട്ടെ ഹനിക്കുവാൻ ഉതകുകയില്ല. ആധുനിക കാലത്തെ ആഗ്നേയ ആയുധങ്ങൾക്ക് പുറമെ പൃഥ്വി, ജലം, വാതം എന്നിവ കൊണ്ടെല്ലാം നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ആധുനിക കാലത്തായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് വിവിധ തരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ അനേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അഗ്നി ആയുധങ്ങളെ ജലായുധങ്ങൾ കൊണ്ട് എതിരിട്ടു പോന്നു. ഇന്നത്തെ സയൻസിന് അവയെപ്പറ്റി അറിഞ്ഞുകൂടാ. കൊടുങ്കാറ്റുണർത്തുന്ന ആയുധങ്ങളെ പറ്റിയും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല. പക്ഷേ എത്ര ശാസ്ത്രീയങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറിമുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധിക്കുകയുമില്ല. ജീവാത്മാവ് എങ്ങനെ നിലവിൽ വന്നു എന്നും ശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ടു എന്നും മായാവാദികൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വേർപെടുത്താനാവില്ല. അവ എന്നെന്നും പരമാത്മാവിന്റെ ഭിന്നാംശങ്ങളാണ്. ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകയാൽ മായാശക്തിക്ക് അടിമപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്ന് തീപ്പൊരികൾ തീക്ക് വെളിയിൽ പോകുമ്പോൾ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന മായാശക്തിക്ക് അടിമപ്പെടുന്നു. വരാഹ പുരാണത്തിൽ ജീവാത്മാക്കളെ പരമാത്മാവിന്റെ വിഭിന്ന അംശങ്ങളായി പറഞ്ഞു. ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നതും അവ എക്കാലത്തും അങ്ങനെ ഇരിക്കുമെന്നാണ്. മായാശക്തിയിൽ നിന്നും മോചനം ലഭിച്ചാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ഗീതോപദേശത്തിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനൻ മുക്തനായി. എന്നാൽ അദ്ദേഹം കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. അപ്പൊ നമ്മളിവിടെ മാതാജി വായിച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. നമ്മൾ ആത്മാവിനെ നമ്മൾ മുറിക്കുവാനോ അങ്ങനെ അഗ്നിക്ക് ദഹിപ്പിക്കാനോ ഒന്നും സാധ്യമല്ലാത്ത സ്ഥിതിക്ക്
ഇത് ഈ ഭഗവാൻ പറയുന്ന ഈ ശാസ്ത്രം കൃഷ്ണ സയൻസ് സയൻസ് നമ്മളെ അംഗീകരിച്ചിട്ടില്ലല്ലോ. കാര്യം ആത്മാവുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നില്ല. കാര്യം അവർക്ക് ഒരു ലാബിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്, ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അത് സയന്റിഫിക്കലാക്കി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട്. പക്ഷെ ആത്മാവില്ലാതെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് മാത്രം അതിന് ഉത്തരവില്ല. പക്ഷെ ആ ഒരു ചൈതന്യത്തെ അവർ സയൻസ് അംഗീകരിക്കുന്നില്ലാത്തത് കൊണ്ട് ഭഗവാൻ ഇവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനെ ഈ പറയുന്ന രീതികളിലൊന്നും തന്നെ ആത്മാവിനെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ആയുധങ്ങൾക്ക് മുറിക്കാനോ അതുപോലെ അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പം അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അങ്ങനെയാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആത്മാവ് അതായത് എൻ്റെ ഒരു ക്ലാസ്സിൽ ഇതുപോലെ ഒരു ചോദ്യം ചെയ്തത്, ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വൃക്ഷം വെട്ടി കളയുമ്പോൾ ആത്മാവ് എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണ്. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് ദേവിയത്. അപ്പം ഹൃദയം മാറ്റി വെക്കുമ്പോൾ ആത്മാവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മളുടെ കൂടെ തന്നെ നമ്മളുടെ ഈ ദശപ്രാണനുണ്ട്, പഞ്ചപ്രാണനുണ്ട്, അതുപോലെ തന്നെ 10 പ്രാണനുണ്ട്, പ്രാണവായു. അപ്പൊ ഈ പ്രാണവായുവിന്റെ കൂടെ ഈ ഹൃദയമാണല്ലോ ഇത് പമ്പ് ചെയ്യുന്നത് അല്ലേ. ഹൃദയം ഒരു സമയത്ത് നിലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രാണവായുവിന്റെ കൂടെ തന്നെയാണ് ആത്മാവ് നമ്മളുടെ ഈ പറയുന്ന നവദ്വാരങ്ങളിൽ കൂടെ ഇറങ്ങി പോകുന്നത് അല്ലേ. നവദ്വാരങ്ങളിൽ കൂടി അല്ലാതെ പോകുന്ന ആൾക്കാർ യോഗികളായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ നിർഗന്ധല പൊട്ടിയിട്ട് അവര് യോഗ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരായിരിക്കാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന നാഗസന്യാസിമാരോ അല്ലെങ്കിൽ അഘോരികളോ അങ്ങനെയൊക്കെയുള്ള യോഗ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അങ്ങനെ പോകുന്നത്, സമാധിയാവുന്നവര്. അല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഈ ഹൃദയം മാറ്റി വെക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രാണന്റെ കൂടെ ലയിച്ചിരിക്കുന്ന ആത്മാവിന് എന്താണ് പറയുന്നത്, അതേ ശരീരത്തിൽ തന്നെ കഴിയാനായിട്ട് അങ്ങനെ കഴിയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിന് മാത്രം അതിനെ ഒരു നിരൂപിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? നിരൂപണ വിധേയമാക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം നമുക്ക് ഈ ജീവൻ തന്നു, ഇത്രയും നമ്മളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഈ പ്രവൃത്തിയൊക്കെ ഈ ഒരു അംശം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് കാണാൻ പറ്റാത്ത തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-1 വലിപ്പം മാത്രമുള്ള ഈ ഇത്രയും ചെറിയൊരു സാധനം ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നു പോകുന്നത് അല്ലേ. അത് ഒരു സമയം പ്രഭു ഇതിനിടയ്ക്ക് ഒരു കഥയല്ല നടന്നതാ. ഒരു കാർഡിയോളജിസ്റ്റ് അതിന് ഓപ്പറേഷൻ ചെയ്യാനൊരു കുട്ടിയെ കൊണ്ടുവന്നു. എവിടെ കൊണ്ടുപോയിട്ടും രക്ഷയില്ല. അപ്പൊ കുട്ടി ഭയങ്കരമായിട്ടുള്ള ഈശ്വര വിശ്വാസിയാണ്. കുട്ടി പറയുന്നത് എന്റെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്. അപ്പൊ എനിക്കൊന്നും പറ്റില്ല, ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യാനാണ് ഈ കുട്ടി പറയുന്നത്. പക്ഷെ ഡോക്ടർക്ക് അങ്ങോട്ട് ഒരുപാട് കംപ്ലൈന്റ് ആ കുട്ടിയുടെ ഹൃദയത്തിന്. അന്നേരം ഈ കുട്ടി കർശനം പറയുന്നതുകൊണ്ട് ഡോക്ടർക്ക് അത് ഒരു വല്ലാത്ത. അവസാനം ഡോക്ടർ തീരുമാനിച്ചു ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അന്നേരം വിഷമിച്ചാണ് ഓപ്പറേഷൻ ചെയ്തെന്ന്. സക്സസ് ആവത്തില്ല, 100% കുട്ടിയുടെ ഹാർട്ട് പോയിരിക്കുവാണ്. പക്ഷെ എങ്കിലും ഈ കുട്ടിയുടെ ഉറപ്പ് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്, രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഈ ഡോക്ടറോട് പറഞ്ഞ്, ഡോക്ടറും പ്രാർത്ഥിച്ച് എല്ലാവരുമായിട്ട് നിന്ന് അവസാനം ഓപ്പറേഷൻ ചെയ്തു. എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അകത്ത് വന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞു എല്ലാം കുത്തി കെട്ടിക്കോളാൻ പറഞ്ഞു. കാരണം കുട്ടി പോയി. അങ്ങനെ 1 മിനിറ്റ് കുത്തി കെട്ടിക്കോളാൻ പറഞ്ഞ് ഒരു 2 മിനിറ്റ് ഇങ്ങനെ നിന്നപ്പോഴുണ്ട് ബ്ലഡ് ഒഴുകി വരുന്നു, ഹാർട്ട് വർക്ക് ചെയ്തു. ആ കുട്ടിയെ ഇപ്പോഴും ആ ഡോക്ടർ കാണാൻ പോകുന്നുണ്ട്. പ്രായമായി, ഡോക്ടർക്ക് പ്രായമെങ്കിലും പോകുന്നുണ്ട്. അപ്പൊ ഈ ഇദ്ദേഹത്തിന് മനസ്സിലായി അന്തര്യാമിയായിട്ട് ഭഗവാൻ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ളത് ആ കുട്ടിയുടെ വിശ്വാസവും ഡോക്ടർക്കും അത് വിശ്വാസമായി. കാണാൻ പറ്റത്തില്ല, ഉണ്ട്. അതെ മാതാ, വാട്സപ്പിലാണ്, വാട്സാപ്പിൽ കൂടെ വന്നായിരുന്നു ഇത്. ഞാൻ കണ്ടോ, എന്തായാലും സംഭവം ഇതാ. ഡോക്ടറുടെ റിയലൈസേഷൻ ഞാൻ വായിച്ചതാണ്. അതായത് കുട്ടിയുടെ അമ്മ പറഞ്ഞപ്പോഴും ഭഗവാൻ ഹൃദയത്തിൽ ഇരിപ്പുണ്ടെന്നല്ലേ. ഇപ്പൊ കുട്ടിക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ ഡോക്ടർമാർക്ക് സാധാരണ അതൊന്നും വിശ്വാസമില്ല. അപ്പോഴാണ് ഡോക്ടർ വിചാരിച്ചത് ഉണ്ട് ഭഗവാൻ. ഹൃദയത്തെ ഒക്കെ വളരെ ഈസി ആയിട്ട് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ശ്രീരഞ്ജിനി മാതാജി ക്ഷമിക്കണം കേട്ടോ, ഞാൻ മാതാജി ചോദിച്ചല്ല പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, അവർക്കൊരു ഈ നിത്യ തൊഴിലഭ്യാസം എന്ന് പറഞ്ഞാൽ അവരിത് നിത്യേന ചെയ്യുന്നല്ലേ. ഇത് മുറിച്ചിട്ട് അത് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നി എടുത്ത് മാറ്റി വെക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അവർക്കൊരു
ഒരു ഒരു പ്രത്യേക ഒരു ദൈവത്തിൽ വന്ന ഒരു ഇത് ചില ആൾക്കാരുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ആ ഒരു ദൈവവിശ്വാസമൊന്നുമില്ല. അവരവരുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇല്ല ആ ഒരു ഇല്ല പ്രഭു, ഡോക്ടർ ഇല്ല ശരിക്കും അവര് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കുമെന്നാ പറയുന്നത്. ആ ഒരു ഓപ്പറേഷൻ ഡോക്ടറെ ഉണ്ട്, അവര് ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥിക്കുന്നു. സമയമാണിത്. ആ ഡോക്ടർ ശരിക്കും പ്രാർത്ഥിച്ച സമയമാണ്. ഈ കുട്ടി പറഞ്ഞ വിശ്വാസം അനുസരിച്ചിട്ട് ആ ഭഗവാൻ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു സമയമായിരുന്നു അത്. ആദ്യമായിട്ട് പ്രാർത്ഥനയിൽ കൂടി ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. അപ്പം അങ്ങനെ ആ രക്ഷപ്പെട്ടു. ഒരു അത് സക്സസ് ആവുകയും ഡോക്ടർക്ക് തീർച്ചയായിട്ടും ആ ഒരു ദൈവവിശ്വാസം ഉണ്ടാവുകയും ചെയ്തു അതിൽ കൂടെ. അപ്പൊ അതാ ഈ ആ ഹൃദയം കുട്ടി ഇപ്പം എടുക്കാനായിട്ടിരിക്കുന്നു, വലുതായി മിടുക്കനായി എന്നൊക്കെ കണ്ടു ഞാൻ. അപ്പൊ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്താൽ പോലും അന്തർയാമിയായിട്ടിരിക്കുന്ന ആ പരമാത്മാവിനോ ജീവാത്മാവിനോ ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതിയില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലേ? നമ്മൾ ആരെങ്കിലും നിരൂപിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ കുറെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി കഴിക്കുന്നു. ഇതെല്ലാം ഇവിടെ ചെന്നിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താണ്, എത്ര ആസിഡും അതും ഇതെല്ലാം വന്ന് ദഹിപ്പിച്ച് ഇതിനെ രക്തക്കുഴലിലേക്ക് മാറ്റി ബാക്കിയുള്ളത് കിഡ്നിയെല്ലാം അരിച്ചു കളയുന്നു. നമ്മൾ ഈ പാരസിറ്റമോളും ഈ പനഡോളും എല്ലാം എന്തെങ്കിലും ചെറിയ വേദന അതൊക്കെ കിഡ്നിക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ആരവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്? ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഹൃദയത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ആ ആത്മാവില്ല എങ്കിൽ ഇതെല്ലാം നിശ്ചലമായി ഇതൊന്നും പ്രവർത്തിക്കത്തില്ല. നമ്മൾ ഒരു മനുഷ്യന്റെ കൊണ്ടുള്ള നിർമ്മിതിയിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾക്ക് ഓർക്കുമല്ലോ, നമ്മുടെ ഈ കണ്ണ് രണ്ടും ഇവിടെ എന്തിനാ വെച്ചത്? ഇവിടെ എങ്ങാനും വെക്കാൻ വയ്യായിരുന്നോ? അല്ലെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് വെക്കാൻ പറ്റിയായിരുന്നോ? നമ്മൾ ഓർക്കുമല്ലോ, ഭഗവാന്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറയാനുണ്ടോ? അല്ലെ, ഓരോ അവയവങ്ങളും അത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അല്ലെ? ഭഗവാന്റെ സൃഷ്ടി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും അതിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവയവങ്ങളും അതിന്റെ ആ ഒരു ചുറ്റുപാടും എല്ലാം തന്നെ ഭഗവാൻ കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് എന്താ പറയുക, ഇങ്ങനെ ഒരു കാര്യം, അതുപോലെ ഒരു മരം വെട്ടി കഴിയുമ്പോൾ ആ മരം വെട്ടി കഴിയുമ്പോൾ അതിന്റെ ആ വേരിലൊക്കെ ജീവൻ അപ്പോഴും നിൽക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ഒരു അതിന്റെ ആ പ്രാണനോട് കൂടി ലയിച്ചിരിക്കുന്ന ആ ഒരു ആത്മാവ് അവിടെ തന്നെ ഉണ്ട്. അതിന്റെ ആ തടി ഒരു ഭാഗം അങ്ങ് പോയെന്നേ ഉള്ളൂ, പക്ഷെ ജീവൻ അവിടെ നിൽപ്പുണ്ട്. അതിൽ നിന്ന് പൊട്ടിക്കിളക്കുന്നതിന് ചിലർ ഒരുപാട് നിരൂപണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങൾക്കുള്ളിൽ ആത്മാവുണ്ടോ? അങ്ങനെയാണെങ്കിൽ വൃക്ഷം വെട്ടിക്കളഞ്ഞ ആത്മാവ് ചാകില്ലേ എന്നൊക്കെ പറഞ്ഞു. ആത്മാവ് ഒരിക്കലും മരിക്കില്ല എന്നുള്ള ശാസ്ത്രമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ അതിന്റെ വേരിലുണ്ട്. അത് ആ വേര് ഉണങ്ങുന്നിടം വരെ ആത്മാവ് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇതിന് നമ്മൾ ഒരുപാട് നിരൂപണത്തിന്റെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ വളരെ വില കുറഞ്ഞ നിരൂപണങ്ങളിൽ കൂടെ ഇതിനെ അങ്ങ് വികലമാക്കി കൊണ്ടുപോകുന്ന കാണാം. അപ്പം എത്ര ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറി മുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധ്യമല്ല എന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നു. ജീവാത്മാവ് എങ്ങനെ നിലവിൽ വന്നു എന്നോ അജ്ഞത മൂലം മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ടെന്നും മായാവാദികൾക്ക് ഒരിക്കലും വിശദീകരിക്കാൻ സാധ്യമല്ല. അപ്പം ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് വേർപെടുത്താൻ ആവില്ല എന്നാണ് അവർ പറയുന്നത്. മായാവാദ്യ സിദ്ധാന്തം എന്ന് പറയും ജീവാത്മാവ് പരമാത്മാവ് ഒന്നാകുന്നു എന്നാണ്. ഇങ്ങനെ രണ്ടായിട്ട് അവർ കരുതുന്നില്ല, ഒന്നാകുന്നു. പിന്നെ പരമാത്മാവിന്റെ പിന്നെ ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകൽ മായാശക്തിക്ക് അടിമപ്പെടുമെന്ന് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീപ്പൊരികൾ തീക്ക് വെളിയിൽ പോയാൽ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്ക് അടിമപ്പെടുന്നു. അപ്പൊ ഈ സത്സംഗത്തിൽ കയറാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് അടിവരയിട്ട് വെച്ചിട്ടു. ഈ ഒരു ലൈൻ, അതായത് തീക്കട്ടയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന തീപ്പൊരികൾ വെളിയിലേക്ക് പോകുമ്പോൾ അത് അണഞ്ഞു പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ചാരമായി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ എന്താണ്, നല്ല ഭഗവാന്റെ സത്സംഗത്തിൽ നിന്നും വിട്ടുപോകുന്ന ജീവാത്മാക്കൾ എന്താണ്, മായാശക്തിക്ക് അടിമപ്പെട്ടു പോകുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ നമ്മള് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് സത്സംഗത്തിന് കയറണ്ട, ഇന്ന് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം, അല്ല ഇന്ന് എനിക്കൊന്ന് പുറത്തു പോകണം, ഈ ഒരു 2 മണിക്കൂർ എങ്ങനെ ഞാൻ പിടിച്ചിരിക്കും, എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ട് ആ പ്രഭു. അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിലും നമ്മളിങ്ങനെ സത്സംഗത്തിൽ കയറാതിരിക്കാനായിട്ടൊരു നമ്മൾ കാരണങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നവരുണ്ട്. 10-30 പേരുള്ള സത്സംഗത്തിൽ ഇപ്പൊ ഇന്ന് കയറി എത്ര പേരാണ്? 15 പേര്, 16 ഉണ്ടായിരുന്ന ഒരാൾ ഇറങ്ങിപ്പോയി. അപ്പം ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു തീക്കട്ടയുടെ കൂടെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് നല്ല പവർഫുൾ ആണ് അല്ലെ? ആ ഒരു തീഗോളം എത്ര പവർഫുൾ ആണ്! അതിൽ നിന്നൊരു തീപ്പൊരിയായിട്ട് തെറിച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? കുറച്ച് കഴിയുമ്പോൾ അത് ചാരമായി മാറും, ഒരു പ്രയോജനം ഇല്ലാതെ മാറും. അതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒരു തീഗോളം എന്ന് പറയാൻ എത്ര ശക്തിമത്താണ് അല്ലെ?
ആ തീഗോളത്തിന്റെ ഊർജ്ജം, എനർജി എത്രയാണ്? അടുത്തേക്ക് ആർക്കെല്ലാം ആക്സസിബിലിറ്റി കിട്ടുമോ? ഇല്ല. എന്തെല്ലാം എനർജിയാണ്, പൊട്ടൻസിയാണ് ഒരു തീഗോളത്തിന്. അതാണ് ഈ സത്സംഗത്തിന്റെ, ഒരുമിച്ചിട്ടുള്ള സത്സംഗം, കൂട്ടം കൂടിയുള്ള സങ്കീർത്തനം, ഇതിനൊക്കെ ഭയങ്കര പവറാണെന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സാധനയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് സത്സംഗത്തിന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നത്. വരാഹ പുരാണത്തിൽ ജീവാത്മാക്കളെ പരമാത്മാവിന്റെ ഭിന്നാംശങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്ന എക്കാലത്തും അങ്ങനെയായിരിക്കുമെന്നാണ്. മായാശക്തിയിൽ നിന്ന് മോചനം ലഭിച്ചാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ഗീതോപദേശത്തിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനൻ മുക്തനായി, എന്നാൽ അദ്ദേഹം കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചിട്ടില്ല. അതായത് ഗീതോപദേശത്തിൽ നിന്ന്, കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനന് എന്താണ് പരമജ്ഞാനപ്രാപ്തനായി, അല്ലെങ്കിൽ അർജുനൻ മുക്തനായി. പക്ഷെ മായാവാദികൾ പറയുന്നത് എന്താണ്? അർജുനനും കൃഷ്ണനും ഒന്നാകും മായാവാദ സിദ്ധാന്തം അനുസരിച്ച്. പക്ഷെ ഒരിക്കലും ഒന്നായതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, നമുക്കതങ്ങനെ കാണാനും സാധിക്കത്തില്ല. അപ്പൊ കൃഷ്ണാബോധത്തിലുള്ളവർ ഒരിക്കലും ആ ഒരു വിശ്വാസത്തിന്റെ പുറകെ പോകരുത്. ഒരിക്കലും നമുക്ക് ഭഗവാന് തുല്യമാകാനായിട്ട് സാധ്യമല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് 24-ാമത്തെ ശ്ലോകം. അച്ഛേദ്യോയ മദാഹ്യോയമക്ലേദ്യോ അശോഷ്യ ഏവ ച നിത്യ സർവഗതസ്ഥാണോ അചലോയം സനാതനം. അച്ഛേദ്യോ അയമദാഹ്യോയ മക്ലേദ്യോ അശോഷ്യ ഏവ ച നിത്യ സർവഗതസ്ഥാണോ രാജലോ അയം സനാതനം. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. അച്ഛേദ്യോയ മദാഹ്യോയ അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യ സർവഗതസ്ഥാണു അജലോയം സനാതന. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അച്ഛേദ്യോ അയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവ ച നിത്യഃ സർവഗതഃ സ്ഥാണുരചലോയം സനാതനഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയുടെ പദാനുപദ തർജ്ജമ. അയം ഇവൻ, അല്ലെങ്കിൽ ഈ ആത്മാവ്, അച്ഛേദ്യ മുറിക്കപ്പെടാത്തവനാണ്. അയം ഇവൻ, അദാഹ്യ അദാഹ്യനാണ്, അല്ലെങ്കിൽ ദഹിക്കപ്പെടാൻ കഴിയാത്തവനാണ്. അക്ലേദ്യ അലിയിക്കപ്പെടാൻ കഴിയാത്തവനും, അശോഷ്യ ചയേവ ഉണക്കപ്പെടാൻ കഴിയാത്തവനും തന്നെയാണ്. അയം ഇവൻ നിത്യ നിത്യനും, സർവഗത സർവത്ര ഗമിക്കുന്നവനും, സ്ഥാണു സ്ഥിര സ്വഭാവനും, അചല അചലനും, സനാതന സനാതനുമാകുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ചെയ്ത് ശ്രീല പ്രഭുപാദ്. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയുകയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. അതായത് ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ ഒന്നും സാധ്യമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ. അഗ്നിക്കോ അതുപോലെ കാറ്റിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പം ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും, എവിടെ വേണമെങ്കിലും ഗമിക്കാൻ കഴിവുണ്ടല്ലേ? ഈ ശരീരത്തിൽ നിന്ന് വേറെ വേറെ ശരീരങ്ങൾ വിട്ട് അതിലെല്ലാം സഞ്ചരിക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് പരിണാമങ്ങൾക്ക് അതീതനും. അതുകൊണ്ട് അതിനൊരു പരിണാമം ഉണ്ടാകുന്നില്ല. പ്രായം ചെല്ലുന്നേ ഇല്ല. കാര്യം പുരാതനാണ്, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഒരിക്കലും ആ ആത്മാവിന് പ്രായം ചെല്ലുന്നില്ല. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം ശരീരത്തിനെ പ്രായം കൂടുന്നുള്ളൂ, ആത്മാവിന് കൂടുന്നില്ല. അദ്ദേഹം എന്താണ്? അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. അചഞ്ചലനാണ്, അതുപോലെ നിത്യനാണ്. ഈ ആത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഭാവാർത്ഥം വായിക്കുന്നു ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരംശം മാത്രമാണെന്നും അത് അപ്രകാരം ശാശ്വതമായി മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ നിശ്ചയമായും തെളിയിക്കുന്നു. അദ്വൈതവാദത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ്
പരമദിവ്യോത്തമ പുരുഷന്റെ കൃഷ്ണന്റെ ജ്യോതിപ്രസരണത്തിൽ ഒരു ആത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിന് വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. സർവഗത, സർവവ്യാപി എന്ന വിശേഷണം അർത്ഥപൂർണമാണ്. ഈശ്വര സൃഷ്ടിയിൽ എവിടെയും ജീവഗണങ്ങളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും തീയിൽ പോലും അവ ജീവിക്കുന്നു. അഗ്നി കൊണ്ട് അണുപ്രാണികളെ നശിപ്പിക്കാമെന്ന വിശ്വാസം അംഗീകരിക്കാനാവില്ല. എന്തെന്നാൽ ആത്മാവ് അഗ്നിയിൽ ദഹിക്കപ്പെടില്ലെന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് സൗരഗ്രഹത്തിലും അവിടെ ജീവിക്കാൻ ഉതകുന്ന ശരീരഘടനകളോടുകൂടിയ ആത്മാക്കൾ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. സൗരമണ്ഡലത്തിൽ ജീവജാലങ്ങളില്ല എന്നു വരികിൽ സർവഗത എന്ന പദപ്രയോഗം അർത്ഥശൂന്യമാണെന്ന് വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മാവ് അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരു അംശം മാത്രമാണ്. അപ്രകാരം ശാശ്വതമായി മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരിക്കലും അദ്വൈതവാദികൾ അല്ലെങ്കിൽ മായാവാദികള് എന്താണ് പറയുന്നത്? ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു, ലയിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ഒന്നാകുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ആ വിശ്വസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ആത്മാവ് എവിടെയാണ് പോകുന്നത്? ആത്മാവ് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിലാണ് പോയി ലയിക്കുന്നത്. ബ്രഹ്മജ്യോതിയിൽ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചുറ്റും കാണുന്ന ആ ഒരു മഞ്ഞ പ്രകാശമില്ലേ, ഭഗവാന്റെ ആ ഒരു അവ്യക്തിഗത ബ്രഹ്മം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അവ്യക്തിഗത ബ്രഹ്മ, രൂപമില്ലാത്ത അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മം, അല്ലെങ്കിൽ എന്താ പറയുക ബ്രഹ്മജ്യോതി, അങ്ങനെ കുറെ പേരുകളിൽ അറിയപ്പെടുന്നു. വേറെ എന്തോ 2-3 പേരുകളുണ്ട്. ബ്രഹ്മജ്യോതിയിൽ ആണ് പോയി ലയിക്കുന്നത്. ബ്രഹ്മജ്യോതിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? ലയനമാണ്. ആസ്വാദനമില്ലാതെ ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഭൗതിക ലോകത്തേക്ക് ജന്മം എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പരമദിവ്യോത്തമ ഇത് പുരുഷൻ പരമാത്മേതി ചിന്തിക്കുന്നവരല്ലേ യോഗികള്? ആ യോഗികളാണ് കൂടുതലും. അതായത് ഈ ശ്രീ ശങ്കരാചാര്യരുടെ ഫിലോസഫി പിന്തുടരുന്ന അദ്വൈതവാദികൾ അല്ലെങ്കിൽ മായാവാദികളായിട്ടുള്ള ആൾക്കാര് അവർക്ക് പരമാത്മജ്ഞാനം ഉണ്ടായെങ്കിൽ, അവര് ആത്മജ്ഞാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് പോകാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ സത്വഗുണത്തിൽ ഉപരിലോകങ്ങളിൽ പോയേക്കാം. ഉപരിലോകങ്ങൾ ഏതൊക്കെയാണ്? ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം, ജനലോകം, തപലോകം, സത്യലോകം അന്ന് പറയുന്ന ഉപരിലോകങ്ങളിൽ ഏതെങ്കിലും, സത്യലോകമാണ് ബ്രഹ്മാവ് ജീവിക്കുന്ന ആ സത്യലോകമാണ് ഏറ്റവും ഉയർന്ന ലോകം. നമ്മളുടെ ഭൗതിക ലോകത്തുള്ള ഏറ്റവും ഉയർന്ന ലോകം, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ബ്രഹ്മദേവൻ വസിക്കുന്ന സത്യലോകം. അപ്പൊ സത്യലോകത്തിൽ പോകാനെങ്കിൽ എന്താണ്? ബ്രഹ്മാവായിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ താഴെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും പോകുന്നത്. അതായത് നമ്മളിപ്പോൾ വസിക്കുന്ന ഭൂർലോകമാണ്, അതിന്റെ മുകളിൽ ഭൂവർലോകം, അതിന്റെ മുകളിൽ സ്വർലോകമാണ്. ഈ നമ്മുടെ ഇന്ദ്രനും ഇന്ദ്രാദി ദേവന്മാരൊക്കെ താമസിക്കുന്ന നമ്മുടെ തന്നെ 3ാമത്തെ ലോകമാണ് മുകളിലുള്ള ലോകം. അതുപോലെ താഴേക്കാണ് പതിക്കുന്നതെങ്കിൽ എന്താണ്? അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറഞ്ഞ ആ ലോകങ്ങളിലേക്ക് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പം അത് ഈ സത്വഗുണം, രജഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളിൽ വസിക്കുന്ന ആൾക്കാർ എവിടേക്കാ പോകുന്നതെന്ന് നമ്മുടെ ഭഗവത്ഗീത 14ാമത്തെ അധ്യായത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ജ്യോതി പ്രസരണത്തിൽ ആത്മീയ സ്ഫുല്ലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം, അവിടെ ലയിക്കുക. പക്ഷെ നമ്മള് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ, ഇവിടെ പറഞ്ഞ എന്താണ്? ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. അതിനാണ് നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. അതായത് കൃഷ്ണാഭവത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഈ സത്സംഗത്തിൽ വന്നിരിക്കുന്നവരെ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരായിട്ട് വേണം കരുതാനായിട്ട്. മറ്റുള്ളവരൊക്കെ നമുക്ക് വട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട, വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്താണ് കൃഷ്ണാഭവത്തിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം എന്താണ്? വളരെ ഈസിയാണ് അല്ലെ. നമ്മളൊരു എലിവേറ്ററിലാണ് എന്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്തവരെന്താണ് പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പും കയറി 100 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറുകയാണ്. നമ്മൾ എലിവേറ്ററിലാണ് പോകുന്നത്. അപ്പം ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിന് വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ഉയർന്ന ആത്മീയ ഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് ഒക്കെ പോകാനായിട്ട്, വൈകുണ്ഠം ഒന്നല്ല, ഒരുപാട് വൈകുണ്ഠങ്ങളുണ്ട്. വൈകുണ്ഠ ലോകങ്ങൾ ഒരുപാടാണ്. കാര്യം വിഷ്ണു ഒരുപാടുള്ളത് കൊണ്ട് വൈകുണ്ഠ ലോകങ്ങളും അനവധിയാണ്. ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ഞാൻ സവിതാ മാതാജിക്ക് അത് ഇട്ട് തന്നിരുന്നു അല്ലേ. അപ്പൊ ആ സൃഷ്ടിയുടെ ആ ഒരു ചാർട്ട് അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാം
നമ്മൾ ഇപ്പൊ ഒരു ബ്രഹ്മാണ്ടത്തിലാണ് ഈ ഒരു വിഷ്ണു കയറിയിരിക്കുന്നത് അല്ലെ? അതുപോലത്തെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ എത്ര വിഷ്ണു ഉണ്ടായിരിക്കാം? കാരണോദശികായ വിഷ്ണു ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഗർഭോദശികായ വിഷ്ണുവാണ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോ ബ്രഹ്മാണ്ടത്തിൽ ഓരോ വിഷ്ണു കയറും. അപ്പം ഓരോ ബ്രഹ്മാണ്ടങ്ങളിൽ ഇവിടെ ഇപ്പൊ നമുക്ക് കലിയുഗമല്ല നടക്കുന്നത്, യുഗം നടക്കുന്ന ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതായത് വരാഹാവതാരവും അങ്ങനെയൊക്കെയുള്ള നരസിംഹ അവതാരം വരെയുള്ള അവതാരങ്ങളൊക്കെ നടക്കുന്ന ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ദ്വാപരയുഗ ശ്രീകൃഷ്ണ ലീല നടക്കുന്ന ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ ഈ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഇങ്ങനെ വിഷ്ണു കയറുന്നുണ്ട്. അപ്പൊ ആ വിഷ്ണു ലോകങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാം. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിനെല്ലാം മറികടന്ന് ഈ ലെയറുകളെ, ഒരുപാട് ലെയറുകളാണിത്, എനർജി ലെവൽസ് ആണ്. ഇതിനെയൊക്കെ മറികടന്ന് ആത്മാവിനെ, ജീവനെ നമ്മൾ ഭഗവാന്റെ സ്വധാമത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ കൃഷ്ണാബോധത്തിലുള്ളവർ ശ്രമിക്കുന്നത്. അതുപോലെ സർവഗത എന്ന വിശേഷണം മൂലം നമ്മൾ ഈശ്വര സൃഷ്ടിയിൽ എവിടെയും ജീവഗണങ്ങളുണ്ട്. അതിന് ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും രീതിയിൽ പോലും അവ ജീവിക്കുന്നു. അഗ്നി കൊണ്ട് അണുപ്രാണികളെ നശിപ്പിക്കാമെന്ന വിശ്വാസം അംഗീകരിക്കാനാവില്ല. എന്തെന്നാൽ ആത്മാവ് അഗ്നിയിൽ ദഹിക്കപ്പെടാൻ സാധിക്കില്ല എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് സൂര്യഗ്രഹത്തില് പോയി കഴിഞ്ഞാൽ അവിടെ ആത്മാക്കൾ നശിച്ചു പോകുമോ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അതിവിടെ ആ ഒരു തെറ്റിദ്ധാരണ പറയാം. അവിടെ ജീവിക്കുന്ന ജീവാത്മാക്കളുണ്ട്, അവിടെ ജീവിക്കാൻ പറ്റിയ ശരീരവുമായിട്ട് ജീവിക്കുന്ന ആത്മാവിന് നമ്മൾ എത്ര തവണ പറഞ്ഞു, കാറ്റോ അഗ്നിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആത്മാവ്. ഇപ്പൊ സൗരഗ്രഹത്തിൽ ജീവനുണ്ട്, അവിടെ ജീവിക്കുന്ന ജീവാത്മാക്കൾക്ക് അതിന് പറ്റിയ ഒരു ശരീരമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാദം, അവിടെ ചെന്ന ജീവാത്മാവ് കരിഞ്ഞു പോകും എന്നുള്ള വാദം ഇവിടെ ഖണ്ഡിക്കുകയാണ്. അപ്പൊ അവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ശരീരമാണ് അവർക്ക് കൊടുക്കുന്നത്, സൗരമണ്ഡലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ടാണ് സർവഗത എന്ന വാക്ക് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് 25-ാമത്തെ ശ്ലോകം. അവ്യക്തോയമചിന്യോയ അവികാര്യോയ മുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചി യതുമർഹസി. അവ്യക്തോയമചിന്യോയാം അവികാരോയ മുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 25. അവ്യക്തോയം അചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. അവ്യക്തോയം യമചിന്യോ അയമയം വികാര്യോ യമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദരുടെ പ്രധാനപ്പെട്ട തർജ്ജമ. ജയ ശ്രീലപ്രഭുപാദ്. അയം ഈ ആത്മാവ് അവ്യക്ത അദൃശ്യനെന്നും അചിന്ത്യനെന്നും അയം ഇവൻ ജീവാത്മാവ് അവികാരിയ മാറ്റങ്ങളില്ലാത്തവനെന്നും ഉച്യതേ പറയപ്പെടുന്നു. തസ്മാത് അതുകൊണ്ട് ഏനം ഈ ആത്മാവിനെ ഏവം ഇപ്രകാരം വിദിത അറിഞ്ഞിട്ട് അനുശോചിക്കാൻ ന അർഹസി നീ അർഹനല്ല. ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭുപാദ്. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇത് അറിയുന്നത് കൊണ്ട് നീ ഈ ശരീരത്തെ പറ്റി ദുഃഖിക്കരുത്. അതിന്റെ ഭാവാർത്ഥം വായിക്കുന്നത് നീ വായിക്ക. ശ്രീരഞ്ജിനി മാതാജി വായിക്കാമോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. മുമ്പ് വിവരിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശിനിയിലൂടെ കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. ആത്മാവിന്റെ സത്തയെക്കുറിച്ചാകട്ടെ ശ്രുതി അഥവാ വേദജ്ഞാനത്തിലൂടെ അല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്തുവാൻ ആർക്കും ആവില്ല. ആത്മാവ് ഉണ്ടെന്നുള്ള പ്രത്യക്ഷമായ വസ്തുത നാം അംഗീകരിച്ചേ മതിയാവും. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ ഉണ്മ അറിയുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിശിഷ്ടമായ പ്രാമാണിക വാക്യങ്ങളെ ആധാരമാക്കി പൂർണ്ണമായും സ്വീകരിക്കേണ്ടവയായിട്ട് പല വിഷയങ്ങളും നമുക്കുണ്ട്. ആരും തന്റെ പിതൃത്വത്തെ നിഷേധിക്കാറില്ല. അമ്മയുടെ ആധികാരിക വചനങ്ങൾ ഉള്ളപ്പോൾ അതല്ലാതെ അച്ഛൻ ആരാണെന്നറിയാൻ വേറെ യാതൊരു മാർഗവുമില്ല. അതുപോലെ തന്നെ വേദങ്ങളുടെ പഠനത്തിലൂടെ അല്ലാതെ ആത്മാവിനെ അറിയുന്നതിന് മറ്റു വഴിയൊന്നുമില്ല. മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധമുള്ളവനുമാകുന്നു എന്ന വേദങ്ങൾ ഘോഷിക്കുന്നു. അത് അംഗീകരിച്ചേ പറ്റൂ.
ശരീരത്തിന് എന്ന പോലെ പരിണാമഭേദങ്ങൾ ആത്മാവിനുണ്ടാകുകയില്ല. ഒരിക്കലും മാറ്റമില്ലാത്തത് കൊണ്ട് അമേയമായ പരമാത്മാവിനെ അപേക്ഷിച്ച് അണുമാത്രനായിരിക്കുന്നു ജീവാത്മാവ്. പരമാത്മാവ് അമേയനാണ്, ജീവാണുവാകട്ടെ അതിസൂക്ഷ്മവും. അതുകൊണ്ട് അതിസൂക്ഷ്മമായ ആ ജീവാണുവിന് പരിണാമങ്ങൾ ഇല്ലായകയാൽ ഒരിക്കലും അപരിമേയനായ പരമപുരുഷനോട് അഥവാ ശ്രീ ഭഗവാനോട് തുല്യനാകാൻ വയ്യ. ആത്മാവിന്റെ അസ്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ആശയം വേദങ്ങളിൽ പല വിധത്തിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയമാണെങ്കിലും പിഴ കൂടാതെ പഠിച്ച് ഹൃദയസ്ഥമാക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണ്. ഓം ദസ്സ ഹരി ഓം ദസ്സ ജയ ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും ആ ആത്മാവിന്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് കടന്നിരിക്കുകയാണ്. അത് വീണ്ടും ഈ ശ്ലോകം അദൃശ്യനാണ്, അചിന്ത്യനാണ്, മാറ്റമില്ലാത്തവനാണെന്ന് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പം ഇത് അറിയുന്നത് കൊണ്ട് നീ ശരീരത്തെ, ഇപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തെ പറ്റി ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. കാര്യം ശരീരത്തിൽ നശിക്കുന്നതാണെങ്കിലും ശരീരത്തിന്റെ പ്രായവും പരിണാമം ഉണ്ടാകുന്നതാണെങ്കിലും അതിനുള്ളിൽ മാറ്റമില്ലാത്ത ഒരു സംഭവം ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ആത്മജ്ഞാനം എന്നാണ് പറയുന്നതിനെ. അപ്പം ഈ സയന്റിസ്റ്റുകളുടെ ലാബിലോ ഒന്നും തന്നെ നമ്മൾ പലതവണ പറഞ്ഞു, ഈ ആത്മാവിനെ പറ്റി പരീക്ഷിച്ച് അറിയാനായിട്ട് ഒരു മാർഗവും ഇല്ലെന്നിരിക്കെ ഇത് പിന്നെ അവർ ഇതെങ്ങനെ അംഗീകരിക്കും? അപ്പൊ അവരിത് അംഗീകരിക്കാനായിട്ട് നമ്മളിത് തെളിയിച്ചറിയണമെന്നൊന്നുമില്ല. നമ്മൾ ആധികാരിക ഗ്രന്ഥങ്ങൾ പറഞ്ഞ് അതിനെ അതേപടി വിശ്വസിക്കാനേ തരവുള്ളൂ. കാര്യം ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുകയാണ്, അതായത് ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ളത് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണോ? അത് ആധികാരമായിട്ട് ചോദിക്കാണ്ട് നമുക്ക് ആരോടാണ് അധികാരമുള്ളത്? അധികാരപ്പെടുത്തിയിരിക്കുന്ന ആരാണ്? അമ്മ. ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആ കുട്ടിയുടെ അച്ഛൻ ആരാണ്, അല്ലെ? അതുപോലെ തന്നെ ഈ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് നമ്മൾ വേദങ്ങളും ശ്രുതികളും സ്മൃതികളും പുരാണങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആധികാരികമായിട്ട് മനസ്സിലാക്കും. ഒരു ലാബിൽ തെളിയിച്ച് നമ്മൾ കാണേണ്ടതല്ല. അപ്പൊ വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്ത്യത്തിൽ എന്താണ്? നമ്മൾ ആത്മജ്ഞാനം ഉണ്ടാവും, അല്ലെ? വേദാന്ത്യം എന്താണ്? ഭഗവാനെ അറിയുകയാണ്, ആത്മാവും പരമാത്മാവിനെ പറ്റി അറിയാണ്. വേദങ്ങളുടെ അന്ത്യം വേദാന്ത്യം. വേദാന്ത്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആത്മജ്ഞാനം കിട്ടും. അതായത് അല്ലാതെ സയൻസ് ലാബറട്ടറിയിൽ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞ് അത് കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ സത്യം എന്ന് വിചാരിക്കുന്നത് മഠത്തരമാണ്. കാര്യം അതിന്റെ ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നമ്മള് അച്ഛനെ പറ്റി അറിയാനായിട്ട് ആധികാരികമായിട്ട് അമ്മയോട് തന്നെ ചോദിക്കുക അച്ഛൻ ആരാണെന്ന്. അപ്പൊ അമ്മയാണ് അതിന് നിയോഗപ്പെടുത്തിയ വ്യക്തി, അല്ലെ? ആധികാരികമായിട്ട് പറയാനായിട്ട് ഒരേ ആൾക്ക് അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ആത്മാവിനെ പറ്റി പറയാനായിട്ടും അറിയാനും നിയോഗിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ഒരു ജ്ഞാനം, ആത്മജ്ഞാനം. അപ്പോൾ എന്താണ്? ശരീരത്തിനെ പോലെ പരിണാമ ഭേദങ്ങൾ ഒരിക്കലും ആത്മാവിനുണ്ടാകില്ല എന്ന് ഇവിടെ പറയുന്നു. മാറ്റമില്ലാത്തത് കൊണ്ട് അമേയമായ പരമാത്മാവിനെ അപേക്ഷിച്ച് അണുമാത്രനായിരിക്കുന്നു ജീവാത്മാവ്. അപ്പം പരമാത്മാവിനെ പോലെ തന്നെ അണുമാത്രമായിട്ടാണ് ജീവാത്മാവ് ഇരിക്കുന്നത്. കാര്യം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലായിരിക്കും. ഹൃദയം തന്നെ ഇത്രയും വലിപ്പമുള്ള, അല്ലെ? ഹൃദയത്തിന്റെ ഉള്ളില് നമ്മുടെ ദശപ്രാണന്റെ കൂടെ വ്യാപിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇവർ രണ്ടുപേരും അണുമാത്രനായിട്ടാണ് ഇരിക്കുന്നത്. ജീവാണു ആകട്ടെ അതിസൂക്ഷ്മവും. അതുകൊണ്ട് അതിസൂക്ഷ്മമായ ജീവാണുവിന് പരിണാമങ്ങൾ ഇല്ലായകയാൽ ഒരിക്കലും അപരിമേയ പരമപുരുഷനോട് ഭഗവാനോട് തുല്യനാകാനായിട്ട് വയ്യ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടും അണുമാത്രനായത് കൊണ്ട് ഇത് രണ്ടും തുല്യം ആകില്ല. ഗുണത്തിൽ മാത്രമേ തുല്യമാകുകയുള്ളൂ. ഗുണത്തിൽ രണ്ടും നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണം എന്താണ്? ഒരു തുള്ളി കടൽ വെള്ളവും ഒരു മഹാസമുദ്രവും, അല്ലെ? ഒരു തുള്ളി കടൽ വെള്ളത്തിന്റെ ഗുണം എന്താണ്? ഉപ്പ് വെള്ളം. ഒരു മഹാസമുദ്രത്തിന്റെ ഗുണവും ഉപ്പ് രസമാണ്, അല്ലെ? എന്ന് വെച്ചിട്ട് ഗുണത്തിൽ ഒന്നാണത്, പക്ഷെ അത് എന്താണ്? അത് രണ്ടും അളവിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മള് ഈ ശ്രീ ഭഗവാനോട് അല്ലെങ്കിൽ പരമാത്മാവിനോട് ഒരിക്കലും നമുക്ക് തുല്യനാകാനായിട്ട് സാധ്യമല്ല. വേദങ്ങളിൽ പല വിധത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയമാണെങ്കിലും പിഴ കൂടാതെ പഠിച്ച് ഹൃദയസ്ഥമാക്കാനായിട്ട് ആവർത്തനങ്ങൾ ആവശ്യമാണ്. ഹരേ കൃഷ്ണ. നമ്മളുടെ ക്ലാസ് ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും തിരക്കുള്ളവർക്ക് പോകാം, അല്ലാത്തവര് സ്റ്റേ ചെയ്യുക. സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായി എന്ന് എടുത്ത ഈ 5 ശ്ലോകങ്ങളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റ് പറയാം. കഴിവതും ഒരാൾ പറഞ്ഞ പോയിന്റ്
മറ്റൊരാൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്തായാലും മതി. ഇതിനകത്തെ അല്ല ഞാൻ പറഞ്ഞ ഏത് പ്രതിപാദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ഉള്ള എന്തേലും പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഹരേ കൃഷ്ണ. ഗീത ആര്യ മാതാജി. മൈക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട്. ഓർമ്മയില്ല അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കി വെച്ചോ. അടുത്ത ആളോട് ഇരിക്കുക. സബിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. അതായത് ഇപ്പൊ നാശമില്ലാത്തതാണ് ആത്മാവ്. അതായത് എപ്പോഴും ജീവിച്ചിരിക്കുന്ന, ഒരു മാറ്റവും സംഭവിക്കുന്നില്ലാത്ത അതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഒരു ധർമ്മയുദ്ധം നടക്കുമ്പോൾ അർജുനന്റെ ആ ഒരു കൺഫ്യൂഷനിലേക്ക് ഭഗവാനാണ് ഇവിടെ ആജ്ഞാപിച്ചത് കൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നത് പോലെ ഇപ്പൊ ഒരു ഹിംസ നടത്തുവാണെങ്കിലും അതിന്റെ പാപങ്ങൾ അർജുനന് ഏൽക്കേണ്ടി വരുന്നില്ല എന്നുകൂടി ഭഗവാൻ പറയുന്നുണ്ട്. ഓക്കെ, ഹരിബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഗീത മാതാജി മല്ലപ്പള്ളി. ജീവാത്മാവ് അണുമാത്രമാണ്. അത് എപ്പോഴും മായയ്ക്ക് അടിമപ്പെടുന്നതാണ്. ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ലയിക്കുന്നില്ല. പിന്നെ പഴയ വസ്ത്രങ്ങൾ മാറി പുതിയ വസ്ത്രങ്ങൾ ഇടുന്ന പോലെ തന്നെയാണ് ദേഹത്തോട് വേർപെട്ട് പുതിയ ശരീരത്തെ പ്രവേശിക്കുന്നു. പിന്നെ ആത്മാവിനെ പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ് അത് നമുക്ക് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ആത്മാവിനെ മുറിക്കാനോ അല്ലെങ്കിൽ അലിയിച്ചു കളയാനോ നശിപ്പിക്കാനോ ഒന്നും. മാതാജി ഇന്ന് പഠിച്ചെല്ലാം കൂടെ സമ്മറി പറഞ്ഞു. ഹരിബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ശിവി മാതാജി പറയാൻ ഇനി പോയിന്റ് ഒന്നും ഇല്ലായിരിക്കും അല്ലേ ശിവി മാതാജിക്ക്? ഹരേ കൃഷ്ണ പ്രഭുജി. അതിപ്പം ഈ ഹിംസ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കണ്ട. പക്ഷെ നമ്മളിപ്പം ഇത് കൊലയാളികളെ കൊല്ലാൻ ഈ ന്യായാധിപൻ ചെയ്യുന്നതും അതുപോലെ പട്ടാളക്കാര് ശത്രുക്കളെ കൊല്ലുന്നതും അതൊന്നും ഹിംസയിൽ പെടൂല. പക്ഷെ ഇവിടെ ബന്ധുക്കളാണെങ്കിലും ഈ ദുര്യോധനും സഹോദരന്മാരൊക്കെ പാപികളാണ്, ഓൾറെഡി അധർമ്മത്തിലൂടെ നടക്കുന്നവരാ. അപ്പൊ അവരെ കൊല്ലുന്നതിനും ഒരു ടെൻഷൻ അടിക്കേണ്ട, പാപഫലമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഇവരുടെ ഭീഷ്മ പിതാമഹനും മറ്റേ ഗുരുക്കന്മാരും. അവരൊക്കെ വൃദ്ധാവസ്ഥയിലെത്തി. അപ്പൊ അവർക്ക് ഉണ്ടായ ആ കർമ്മഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതായിട്ട് ചിന്തിച്ചാൽ തന്നെ കൂടുതലൊന്നും ചിന്തിക്കണ്ട, ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ കൃഷ്ണൻ പറയുന്ന അങ്ങ് ചെയ്തോളാം. പിന്നെ അതില് രണ്ടാമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ഈ ഇതില് ചിന്തിക്കണ്ടെന്ന് തന്നെ പറയുന്നു ഭഗവാൻ. ഹരേ കൃഷ്ണ. വളരെ സ്ട്രോങ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. വളരെ ഇഷ്ടപ്പെട്ടു മാതാജിയുടെ റിയലൈസേഷൻ. ഹരിബോൾ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. മൈക്ക്. ഹരേ കൃഷ്ണ. പൂർണ്ണജ്ഞാനമുള്ള ഒരാൾക്കറിയാം ഹിംസ കൊണ്ടുള്ള പ്രയോജനം. അതെങ്ങനെ എവിടെ ചെയ്യണമെന്ന് ജ്ഞാനമുള്ളവർ നിശ്ചയിക്കുകയും ചെയ്യുക. ഭഗവാൻ യുദ്ധത്തിനായി ആജ്ഞാപിക്കുമ്പോൾ അത് ഹിംസ പരമോന്നത നീതിക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയുക. ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധ്യമല്ലെന്നിരിക്കെ ഭഗവാന് വേണ്ടി നടത്തുന്ന ഹിംസ ഒരിക്കലും ഹിംസയെ അല്ലെന്ന പൂർണ്ണബോധത്തോടെ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കാം. ആത്മാവിനെ മുറിക്കുവാനോ വ്രണപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ ഉണക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. ശാശ്വതവും എവിടെയും ഗമിക്കാൻ കഴിവുള്ളതുമാണ് ആത്മാവ്. പരിണാമങ്ങൾക്ക് അതീതനാണ്. അതോടെ തന്നെ നിത്യനുമാണ്, അദർശനുമാണ്. അങ്ങനെയുള്ള ആത്മാവ് ഉള്ളപ്പോൾ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യവും ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി എല്ലാം പറഞ്ഞു. നന്നായിരുന്നു. ഇനി അടുത്തത് ജ്ഞാനാംബിക മാതാജി.
ആയില്ല, മൈക്ക് ഓൺ ആയില്ല. ആ ആ ശരീരത്തിന് മാത്രമേ മാറ്റങ്ങളുള്ളൂ, ആത്മാവിന് മാറ്റമില്ല. ആത്മാവ് ജനിക്കുന്നുമില്ല, അത് നിത്യനാണ്, അജനാണ്, ശാശ്വതനാണ്, നിത്യനാണ്. അശാശ്വതമാണ്. ആത്മാവിന് ജന്മമരണമില്ല, ഭഗവാന്റെ അംശമാണ്, പ്രാചീനമാണ്. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. അതെ. മാറ്റം ഇതെല്ലാം കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കഠോപനിഷത്ത്, കൃഷ്ണ. ശ്വേതോശ്വര ഉപനിഷത്ത് ഇവിടെ. എല്ലാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല, അതെ, പറഞ്ഞതേ ഹരേ ഉള്ളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും. കൃഷ്ണകുമാരി മാതാജി കേൾക്കുന്നുണ്ടോ? ഇടുവനെ ഒന്നും കൂടി ആത്മാവിനെ ആയുധം കൊണ്ടോ കാറ്റ് കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ആത്മാവെ ജയിപ്പിക്കാനോ കുതിർക്കാനോ ഒന്നും സാധിക്കില്ല ആത്മാവിന്. ഹരേ കൃഷ്ണ മാതാജി. ബാക്കി എല്ലാരും പോയിന്റ് പറഞ്ഞാലും പറയാനില്ലായിരിക്കും. സാരമില്ല, മതി, സമയം എല്ലാരും പോയതാണ്. എല്ലാം പറഞ്ഞു. ആ ഭാരതി മാതാജി ഹരേ കൃഷ്ണ. വേഗം പറയാം, നമുക്ക് സമയം പോയി. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആത്മാവ് അചിന്ത്യനാണ്, അവ്യക്തനാണ്, മാറ്റങ്ങൾ ഇല്ലാത്തവന്, അതൊക്കെ പറഞ്ഞതാണല്ലോ അല്ലെ. അതെ. നമുക്ക് വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചാൽ മാത്രമേ നമുക്ക് ആത്മാവിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നല്ല പോയിന്റാണ്. ഓക്കെ. ഉം. അപ്പൊ അവര് നമ്മളെ പിന്നെ ആത്മജ്ഞാനം നമുക്ക് തരുന്നു അല്ലേ? നമ്മളെ അതെ. ശരിയായിട്ടുള്ള അച്ഛൻ ആരാണെന്ന് നമ്മള് ആരോടാണ് ചോദിക്കുന്നത്? ആധികാരികമായിട്ട് അമ്മയോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആത്മാവിനെ പറ്റി അല്ലെങ്കിൽ പരമാത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം കിട്ടാനായിട്ട് നമ്മള് വേദങ്ങളിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. പിന്നെ വാസാംസി ജീർണാനി, അതുപോലെ പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്ത് അണിയുന്നത് പോലെയാണ് ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതിയ ശരീരം സ്വീകരിക്കും. അതുപോലെ ആത്മാവിന് അണുമാത്രമായ ജീവാത്മാവ് ഒരു ദേഹമൊട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്നാണ്. അണുമാത്രനായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റം സാധ്യമാകുന്ന പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. അതാണ് ആത്മാവിന്റെ അഭീഷ്ടം നിറവേറ്റുന്നത് പോലെയാണെന്നുള്ളതാണ് അതില് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനാവില്ല, വെള്ളത്തിന് നനയ്ക്കാനാവില്ല, കാറ്റിന് ശോഷിപ്പിക്കാനും കഴിയത്തില്ല. ഈ ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ ശരീരം ഇല്ലാതാവുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് ജീർണിക്കുമ്പോൾ ആ ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, അവര് ആർജിച്ചു വയ്ക്കുന്ന സഞ്ചിത കർമ്മങ്ങൾ കൊണ്ട് ഏത് ശരീരം സ്വീകരിക്കണമെന്നുള്ളത് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവാത്മാവ് അണുമാത്രമാണ്, അണുമാത്രം ആയ പരമാത്മാവിന്റെ അംശമാണ്. അതുകൊണ്ട് അത് അണുമാത്രമായ കൊണ്ട് മായാശക്തിക്ക് അത് അടിമപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണോ ഒരു തീക്കട്ടയിൽ നിന്ന് തീപ്പൊരികൾ വെളിയിൽ പോകുമ്പോൾ അത് അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സംഘത്തിൽ നിന്നും വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്ക് അടിമപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മള് ജീവാത്മാവ് പരമാത്മാവിന്റെ വിഭിന്ന അംശമാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വിഭിന്ന അംശത്തിന് ശരിക്കും ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ, സംബന്ധം വന്നാൽ അതിന് പ്രയോജനമായിട്ട് നമ്മൾ ശരിക്കും ഉയരും. അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോയാൽ നമ്മൾ തീർച്ചയായും പതിക്കും. അതുകൊണ്ട് ശരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞു തന്നത്. അങ്ങനെ കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനൻ മുക്തനായതുപോലെ നമുക്കും ആ അവബോധമുണ്ടെങ്കിൽ, ഇത് പറയുന്നുണ്ടല്ലോ, ആത്മാവിന് ബോധം ഉണ്ട്, അത് ബോധമുള്ളവനുമാകുന്നെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. അപ്പം അതിന് ശരീരത്തിനെ പോലെ അതിന് പരിണാമങ്ങളൊന്നും വരില്ല. ജീവാത്മാവ് അതിസൂക്ഷ്മമാണ്, അത് പക്ഷെ എല്ലാത്തിലും ഉണ്ട്. അപ്പം
ഒരിക്കലും ഭഗവാനോട് തുല്യനാകാൻ പറ്റില്ല. അപ്പം ആത്മാവിന്റെ അസ്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ആശയം വേദങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. എന്താ വെച്ചാൽ ആധികാരിക അദൃശ്യനാണ്, പ്രമാണമായിട്ട് അചിന്യനാണ്. നമ്മൾ ഇത് എടുക്കേണ്ടതാണ് അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി വളരെ അതുകൊണ്ട് വലിയൊരു ഈ റിയലൈസേഷൻ ആണ് ശരീരത്തെ പറഞ്ഞത് കുറിച്ച് അല്ലേ? ഓർത്ത് നീ ദുഃഖിക്കരുത്. ഹരേ അതെ. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ വലിയ റിയലൈസേഷനാ പറഞ്ഞല്ലേ. നമ്മള് എന്താ പറഞ്ഞ, ഒരു തീക്കട്ടയിൽ നിന്ന് ആ ഒരു തീക്കനല് അറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ നിഷ്പ്രഭമായി പോകുന്നത് പോലെ നമ്മൾ വരാൻ ഇടയാകരുത്. നമ്മൾ എന്താണ് സത്സംഗത്തോട് അല്ലെങ്കിൽ ഭഗവാന്റെ സംഘത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ പ്രേരണ കിട്ടുകയുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കണം, ആ ഒരു പൊട്ടൻസിയിൽ ഇരിക്കണമെങ്കിൽ സത്സംഗത്തിൽ തന്നെ നമ്മൾ ഇരിക്കണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, ജീവാത്മാവിനെയും പരമാത്മാവിന്റെയും ആ ഒരു തുല്യത എങ്ങനെയാണ്, ആ ഗുണത്തിലാണ്, അല്ലെങ്കിൽ അത് അണുവും വിഭുവുമാണ്, മായാശക്തിക്ക് എങ്ങനെ അടിമപ്പെടും നമ്മൾ സത്സംഗത്തിൽ നിന്ന് വിട്ടുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ. ആ കാര്യമൊക്കെ മാതാജി സൂചിപ്പിച്ചു. അങ്ങനെ വലിയ റിയലൈസേഷൻ, കുറെ 5 ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞ ആത്മാവിന്റെ സ്വഭാവ സവിശേഷതകൾ എല്ലാം. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സമയം വീണ്ടും കൂടിപ്പോയി. എന്തുകൊണ്ടാണ് ഈ സമയം നമുക്ക് തികയാത്തതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലായ്പ്പോഴും ഞാൻ ശ്രമിച്ചാലും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യം 5:30 ആയപ്പോഴത്തേനും, ഇവിടുത്തെ സമയം 5:30 ആയപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പോകേണ്ടവർക്ക് പോകാമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സമയം എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലർക്ക് 2-3 ക്ലാസ്സുകളിൽ കയറുന്നവരുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഇന്നലെ ഒരു 3 ശ്ലോകം എടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അതിന്റെ ബാക്കിയായിരിക്കും ഇനി തൊട്ട്. എനിക്കൊന്ന് 28, 29 അല്ലെങ്കിൽ 29, 30 അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു ഈശ്വരജ്ഞാനം നേടിയ പരമാത്മജ്ഞാനം നേടിയത് യോഗികൾ. അപ്പോ അടുത്ത എന്തായിരുന്നു പ്രഭുജി പറഞ്ഞത്? ബാക്കി 2 ഭഗവാൻ സാക്ഷാത്കാരമാണ്. ഭഗവാൻ സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയുന്നു. അതാണ് ടോപ്പ് മോസ്റ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ദ്വിഭുജ ശ്യാമസുന്ദര രൂപത്തിലേക്ക് നമ്മൾ ആകൃഷ്ടരാകുമ്പോഴാണ് നമ്മൾ ഈ ഈശ്വര റിയലൈസേഷൻ, ഭഗവാൻ റിയലൈസേഷൻ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. നമ്മൾ ബ്രഹ്മൻ റിയലൈസേഷനിൽ നിന്ന് മാറി പരമാത്മ റിയലൈസേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ബ്രഹ്മജ്യോതിയിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഉയർന്ന് ചിലപ്പോൾ ചതുർഭുജ നാരായണ രൂപത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം, ജീവൻ പോകുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുണ്ഠ ലോകങ്ങളിൽ വരെ വേണേൽ എത്താം. വൈകുണ്ഠ ലോകത്തിൽ വരെ എത്താം. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ഭഗവാൻ റിയലൈസേഷൻ അല്ലെങ്കിൽ ദ്വിഭുജ ശ്യാമസുന്ദര രൂപത്തിലേക്കാണ് നമുക്ക് ആസക്തിയെങ്കിൽ നമ്മൾ നമ്മൾ ഗോലോക വൃന്ദാവന ധാമത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ഭഗവാൻ റിയലൈസേഷൻ ആണ്. കാര്യം നമ്മളെല്ലാം എലിവേറ്ററിൽ കയറി സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. സ്റ്റെപ്പ് നടന്നു കയറാനായിട്ട് നമുക്ക് ഉദ്ദേശമില്ല അല്ലേ? നമുക്ക് അവിടെ നിന്ന് പിന്നീട് കയറാനായിട്ട് നമ്മൾ പിന്നീട് നോക്കുന്നില്ല. നമ്മൾ നേരിട്ട് ഇവിടുന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് കൃഷ്ണാബോധത്തിലുള്ളവർ ശ്രമിക്കുന്നത്. ഭഗവാൻ റിയലൈസേഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്, അനന്തകോടി ആചാര്യവന്തി കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ